ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 66-ാമത്തെ ക്ലാസ്സിലേക്കാണ് 2026 ഫെബ്രുവരി മാസം 17-ാം തീയതി ചൊവ്വാഴ്ച നമ്മൾ കൂടി വന്നിരിക്കുന്നത്. ഇന്ന് ഈ രാത്രിയിൽ 66-ാമത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ കഴിഞ്ഞ 65 ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ ചെയ്തു. വെളിപ്പാട് പുസ്തക പഠനത്തോടുള്ള ബന്ധത്തിലുള്ള നിരവധി വിഷയങ്ങളെ ഏകിപ്പിച്ച് തരുവാൻ പരിശുദ്ധമാവിന് കൃപയായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി നാം തുറന്ന് ചിന്തിക്കുന്നത് 7-ാമത്തെ കാഹളം ഊതുന്ന സമയത്തുണ്ടാകുന്ന 3-ാമത്തെ വലിയ കഷ്ടം എന്താകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. 4-ാമത്തെ കാഹളം ഊതിയതിനു ശേഷമായി 11 3 ദൂതന്മാർ കാഹളം ഊതുന്നതിനെ കുറിച്ച് 8-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അനന്തവിൽ കഴുകയിനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. അപ്പോൾ സകല ഭൂവാസികളുടെ മേലും വരുന്ന 3 കഷ്ടങ്ങളിൽ 3-ാമത്തെ കഷ്ടമാണ് 7-ാമത്തെ കാഹളം ഊതുന്ന സമയത്ത് സംഭവിക്കുന്നത്. അത് സങ്കീർണമായി രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ വിശദ അംശങ്ങളെക്കുറിച്ചും വിശകലനങ്ങളെക്കുറിച്ചും അതെങ്ങനെ ആണ് ഈ 3-ാമത്തെ കഷ്ടമാണ് 7 ക്രോധകലശങ്ങൾ ആകുന്നു എന്നതിനെക്കുറിച്ചുമുള്ള വിശദമായ പഠനമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തുവാനിടയാത്തുന്നത്. ഇന്ന് രാത്രിയിൽ മറ്റ് വ്യാഖ്യാനങ്ങളിലേക്കോ അതിലെ മുൻപ് പഠിച്ച വിഷയങ്ങളിലേക്കോ കടന്നു പോകാതെ 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 7 ക്രോധകലശങ്ങളാകുന്ന 3-ാമത്തെ കഷ്ടം 7-ാമത്തെ കാഹളനാദം ഊതുന്ന സമയത്ത് ഉള്ളതിനെക്കുറിച്ച് രേഖപ്പെടുത്തുവാൻ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമുക്ക് പഠനത്തിനായിരിക്കാം. 16-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവി എന്ന് ഒരു മഹാശബ്ദം ദൈവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു. ഈ 7 ദൂതന്മാരെ കാണുന്നതായിട്ട് 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വലുതും അത്ഭുതമായ മറ്റൊരു അടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 ബാധയുമുള്ള 7 ദൂതന്മാരെ തന്നെ അതോടുകൂടെ ദൈവക്രോധം തീർന്നു. വരുവാനുള്ള കോപത്തെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു. വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങളെ ആർ ഉപദേശിച്ചു എന്നൊക്കെ പറഞ്ഞ് യോഹന്നാൻ സ്നാപകൻ പറയുന്നതിനെ കുറിച്ച് നമുക്കറിയാം. 7 മുദ്രയും 7 കാഹളവും 7 കലശവും കൂടിയാണ് ഈ പറയുന്ന ഭൂവാസികൾക്ക് വരുന്ന സകല വിഷയങ്ങളെക്കുറിച്ചുമുള്ള കാര്യങ്ങളെക്കുറിച്ചൂടെ രേഖപ്പെടുത്തി വരുവാനുള്ള കോപത്തിൻ്റെ ദിവസങ്ങളാണ്. 7 മുദ്രയുടെ മൂന്നാമത്തെ മുദ്ര മുതലുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്. അതിൽ അവസാനത്തേതാണ് 7-ാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ ഉണ്ടാകുന്ന 7 ബാധയുള്ള ഒടുക്കത്തെ 7 ബാധയുള്ള 7 ദൂതന്മാരുടെ കാലത്ത് സംഭവിക്കുന്ന 7 ക്രോധകലശങ്ങൾ ഭൂമിയിൽ ഒഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ 3-ാമത്തെ കഷ്ടതയുടെ ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് വിളിച്ചു പറയുന്നത് ദൈവാലയത്തിൽ നിന്നാണ് വിളിച്ചു പറയുന്നത്. ദൈവാലയത്തിൽ നിന്ന് ദൂതന്മാരോട് പറയുന്നത് ഞാൻ കേട്ടു. അതപ്പോൾ സ്വർഗത്തിൽ തുറന്നിരിക്കുന്ന ദൈവാലയത്തിൽ നിന്ന് അപ്പോൾ പുറപ്പെടുന്ന മഹാശബ്ദം സാക്ഷാൽ നിയമപ്പെട്ടകമായ കുഞ്ഞാടാൻ ദൈവത്തിൻ്റെതാണ്. നമുക്ക് 6-ാമത്തെ കാഹളത്തിന്റെ സമയത്ത് 9-ാം അധ്യായം 13-ാം വാക്യത്തിൽ പഠിച്ചത് സ്വർണ്ണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ശബ്ദം കേട്ടു എന്നുള്ളത്. അത് കൊമ്പുകളിൽ നിന്നുള്ള ശബ്ദം കുഞ്ഞാടിന്റെ ശബ്ദമാണ്. അതുപോലെ ഈ ദൈവത്തിന്റെ ആലയത്തിൽ നിയമപ്പെട്ടമായിരിക്കുന്ന പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവിന്റെ 2-ാമത്തെ വരവിന്റെ സമാഗതമാകുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുന്ന നിയമപ്പെട്ടകം പ്രത്യക്ഷപ്പെടുമ്പോൾ സാക്ഷാൽ നിയമപ്പെട്ടകമായിരിക്കുന്ന കുഞ്ഞാടിന്റെ ശബ്ദമാണ്, മഹാശബ്ദമാണ് ദൈവത്തിൽ നിന്ന് 7 ദൂതന്മാരോട് കൽപ്പിക്കുന്നത്. നിങ്ങൾ പോയി 7 ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവി എന്ന മഹാശബ്ദം കുഞ്ഞാടാം ദൈവമാണ് പ്രഖ്യാപിക്കുന്നത്. രക്ഷിക്കാൻ ഭൂമിയിൽ വന്ന കർത്താവ് തന്നെയാണ് മനുഷ്യവംശത്തെ ശിക്ഷിപ്പാനും യോഗ്യനായിട്ടുള്ളവൻ. അപ്പോൾ ഈ 7-ാമത്തെ 7 ക്രോധകലശങ്ങൾ ഒഴിക്കുമ്പോൾ ഇത് യോഹന്നാൻ എഴുതുന്നത് സ്വർഗീയ മണ്ഡലത്തിൽ നിന്നല്ല അവനിത് കാണുന്നത്.
ഇത് ഭൗമിക മണ്ഡലത്തിൽ വന്നതിന് ശേഷമായി യോഹന്നാൻ ആ പുസ്തകം തുറന്നിരുന്ന പുസ്തകം ഭക്ഷിച്ചതിന് ശേഷം അവൻ എഴുതിയിരിക്കുന്ന ഭാഗങ്ങളാണ് തുടർന്നുള്ള ഭാഗങ്ങൾ എന്നുള്ളത് കഴിഞ്ഞ് നമ്മൾ ചിന്തിച്ചിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് 7 ദൂതന്മാരോട് കൽപ്പിക്കുന്ന മഹാശബ്ദം കുഞ്ഞാടിൻ്റെ ശബ്ദമാകുന്നു എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് പിതാവാം ദൈവം സകല ശിക്ഷാവിധിയും ന്യായവിധിയും എല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു, രക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഭൂമിയിലേക്ക് കടന്നു വരാനുള്ള ഒടുക്കത്തെ 7 ബാധകളും കുഞ്ഞാടാണ് അതിന് അനുവാദം കൊടുക്കുന്നത്. ആ സമയത്താണ് ഈ ദൈവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോട് പറയുമ്പോൾ അവർ പുറപ്പെട്ട് ഓരോന്നായി ഓരോ കലശങ്ങൾ അവരെ ഒഴിക്കുന്നതിനെ കുറിച്ച് തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നതുമായ മനുഷ്യർക്ക് വല്ലാത്ത ത്രിവർണ്ണമുണ്ടായി. അപ്പോൾ ഈ 7 ഭൂമിയിൽ ഒഴിച്ചു കഴിയുമ്പോഴും ദൈവാലയത്തിൽ ആർക്കും പ്രവേശനമില്ലാത്തത് ദൈവദേശം എന്ന് പറയപ്പെട്ടിരിക്കുന്ന ആളുകൾ നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഏതൊക്കെ പഠനത്തെ 3.5 വർഷമേ ഉള്ളൂ. ഇതിൻ്റെ ആ സമയത്ത് നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കാമെങ്കിൽ സത്യത്തിൽ നമുക്കത് ചിന്തിച്ചെടുക്കാൻ തന്നെ വളരെ പ്രയാസകരമായ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് മനസ്സാക്കാൻ കഴിയാത്ത സംഭവങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അത് നമുക്കറിയാം, മനുഷ്യർ 4-1 പൊടുന്നനവെ പെട്ടെന്ന് മരിച്ചു പോകുന്നു. പിന്നീട് 3-1 മനുഷ്യർ മരിച്ചു പോകുന്നു. അപ്പോൾ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ എത്ര കോടിക്കണക്കിന് മനുഷ്യരാണ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ പോകുന്നത് എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെയുള്ള സംശയം ഒരുപക്ഷെ നമുക്കുണ്ടാകും. കാരണം ഈ 4ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും മനുഷ്യരിൽ ഭൂമിയുടെ കാലം 4-1 കൊന്നുകളയുന്നതിനെ കുറിച്ച് 4ാമത്തെ മുദ്രയിൽ നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ 6ാമത്തെ കാഹളം ഊതുന്ന സമയത്ത് മനുഷ്യരിൽ 3-1 ദൈവത്തിൻ്റെ ആജ്ഞയാൽ പുറപ്പെടുന്ന കുതിരപ്പടയ്ക്ക് സമാനമായിരിക്കുന്ന പുറപ്പെടുന്ന ആ കുതിരപ്പട അവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗന്ധകവും വായിൽ നിന്ന് തീയും പുകയും മുഖാന്തരമായി മനുഷ്യരിൽ 3-1 മരിച്ചു പോകുന്നതാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ 4ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് സപ്പോസ് 1000 കോടി മനുഷ്യരാണ് ലോകത്ത് ജീവിച്ചിരിക്കുന്നത് മനസ്സിലാക്കിയാൽ ആ മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് അത് മുഖാന്തരമായി അതിൽ 250 കോടി മനുഷ്യർ മരിച്ചു പോകും. ബാക്കി ശേഷിച്ചിരിക്കുന്നത് 750 കോടി ജനങ്ങളായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞത് 1000 കോടി മനുഷ്യരാണ്. ഇപ്പോൾ ഏകദേശം 840 കോടി ജനങ്ങളാണ് ഉള്ളത്. അപ്പോൾ എതിർക്രിസ്ത്യൻ ഭരണ സമയത്ത് 1000 കോടി മനുഷ്യരുണ്ടെന്ന് വിചാരിക്കുക. അതിൽ 4-1 മരിച്ചു പോയാൽ ഒരു പ്രത്യേക സമയത്ത്, ഒരു മുദ്ര പൊട്ടിയ സമയത്ത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് 250 കോടി മനുഷ്യർ ലോകത്തുനിന്ന് പൊടുന്നനവെ മാറ്റപ്പെടുന്നത്. അതിനുശേഷമായി 750 കോടി ഭൂമിയിൽ ജീവിച്ചിരുന്നാൽ അതിൽ കുറച്ച് ആൾക്കാരുടെ ജനനം കൂടി നടന്നാലും വലിയ മാറ്റം അതുകൊണ്ട് സംഭവിക്കുന്നില്ല. 750 കോടിയിൽ നിന്ന് ഈ ചുരുക്കം ഒരു വർഷം കൊണ്ടുള്ള ജനസംഖ്യ വർദ്ധിച്ചാൽ വലിയ മാറ്റമൊന്നും വരുത്തില്ല. കൂടി വന്നാൽ 750 വലിയ വ്യത്യാസം ഉണ്ടാകുന്നില്ല. വളരെ വർഷങ്ങൾക്ക് ശേഷമുള്ള സംഭവമല്ല. അപ്പോൾ 750 കോടിയിൽ നിന്ന് ഉദാഹരണമായിട്ട് അത് ശേഷിച്ചിരിക്കുന്നു വിചാരിച്ചാൽ ഈ 6ാമത്തെ കാഹളം ഊതിക്കഴിയുമ്പോൾ അതിൽ 3-1 കൂടി നഷ്ടപ്പെട്ടു പോകുന്നു, മരിച്ചു പോകുന്നു. അപ്പോൾ അതിന് 3-1 പറയുമ്പോൾ ഇവിടെ 750-ൻ്റെ 250 കോടി, പിന്നെ 500 കോടിയെ ശേഷിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 2 സംഭവങ്ങൾ നടന്ന 4ാമത്തെ മുദ്രയ്ക്കും 6ാമത്തെ മുദ്രയും നടന്നു കഴിയുമ്പോൾ ഭൂമിയിൽ ജീവനോടിരിക്കുന്നവരിൽ പകുതി ഉള്ള ആൾക്കാർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചെടുക്കാൻ കഴിയും. ഇപ്പോൾ ഇത് പഠിപ്പിക്കുമ്പോൾ 800-ലധികം കോടി ജനങ്ങൾ ജീവിച്ചിരിക്കുന്ന ഭൂമിയിൽ ചുരുങ്ങിയ ഒരു 1.5 വർഷം കൊണ്ട് അല്ലെങ്കിൽ ചില മാസങ്ങൾ കൊണ്ട് ഇതിൻ്റെ 400 കോടി ജനങ്ങൾ ഒരുമിച്ച് മരിച്ചു പോകും എന്നുള്ളത് 2 സന്ദർഭങ്ങളായി മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്കതങ്ങനെ വിശ്വസിച്ചെടുക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അതിനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അത് സംഭവിക്കും. ഇത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, വചനത്തിലിരിക്കുന്ന കാര്യങ്ങൾക്ക് മാറ്റമില്ലാത്തതാണ്. അതെങ്ങനെ സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ചിന്തിച്ചു വെക്കേണ്ട. അതെങ്ങനെയാണ് സംഭവിക്കുന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മനുഷ്യർ 4-1 മരിച്ചു പോകുമെന്ന് പറയുന്നത് ക്ഷാമം, യുദ്ധം, അതുപോലെ തന്നെ മഹാവ്യാധികൾ, കാട്ടുമൃഗങ്ങളെ കൊണ്ടാണ് 4-1 കൊന്നുകളയുന്നത്. പിന്നീട് മനുഷ്യർ 3-1 കൊന്നുകളയുന്നത് 20 കോടി യുദ്ധപ്പടയ്ക്ക് സമാനമായിരിക്കുന്ന ദൈവം അയക്കുന്ന അവർ പുറപ്പെട്ട് മനുഷ്യരിൽ 3-1 കൊന്നുകളയുന്നു. അപ്പോൾ 4-1 മാറ്റപ്പെടുന്നു, 3-1 മാറ്റപ്പെടുന്നു. ഇപ്പോൾ ഇത് മൊത്തം നമ്മൾ നോക്കി കഴിയുമ്പോൾ ഏകദേശം ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ പകുതിയിലധികം ആൾക്കാർ ലോകത്തുനിന്ന് മാറ്റപ്പെടും എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കത് പെട്ടെന്നത് ഉൾക്കൊള്ളാൻ, ഞാനിതേക്കുറിച്ച് ചിന്തിച്ചവിടെ വിചാരിച്ച് അത്രമാത്രം ആൾക്കാർ മരിച്ചു പോവുകയാണെങ്കിൽ ശവടക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച് നോക്കി. ഇപ്പോൾ മരണം എന്നുള്ളത് നമുക്കറിയാം, ഈ ഇപ്പം കോടിക്കണക്കിനുള്ള അല്ലെങ്കിൽ ലക്ഷങ്ങളുള്ള നമ്മുടെ ഈ ഇന്നത്തെ ലോകത്തിൽ, നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുക 2.5 കോടി 3 കോടി ജനങ്ങളുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ചരമ വാർത്ത കോളങ്ങളൊക്കെ ഒരു പേപ്പറിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് നിൽക്കുന്നത്. അതുകൂടാതെ കുറച്ച് പേര് മരിച്ചു പോകും. ഞാൻ പറഞ്ഞത് ശരാശരിയുള്ള മരണസംഖ്യ വളരെ പരിമിതമാണ്. എന്നാൽ അന്നത്തെ പേപ്പറുകളൊക്കെ ഉണ്ടെങ്കിൽ പത്രമാസികളിലൊന്നും ചരമ വാർത്തകൾ പ്രഖ്യാപിക്കുവാൻ കഴിയാത്ത ദിവസങ്ങൾ വരാൻ പോകുന്നത്. അല്ലെങ്കിൽ വാർത്തകൾ മാത്രം വരണമെന്നുണ്ടെങ്കിൽ ചരമക്കോളം മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെയുള്ള നാളുകൾ വരാൻ പോകുന്നു എന്നുള്ളത് ഇന്ന് രാത്രിയിൽ ഞാനിത് പ്രസ്താവിക്കുമ്പോൾ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. കാരണം ഇന്ന് മരിക്കുന്നത് തുലവും വളരെ കുറവാണ്. മനുഷ്യൻ്റെ ആയുസ് വളരെ വർദ്ധിക്കുന്നുണ്ട്. 70-80 ആണെങ്കിലും പെട്ടെന്ന് മനുഷ്യനെ അങ്ങനെ മരണത്തിലേക്ക് പെട്ടുപോകുന്നില്ല. എന്നാൽ എതിർക്രിസ്തുവിൻ്റെ ഭരണസമയത്ത് ഇങ്ങനെയൊരു സംഭവം സംഭവിക്കും എന്നുള്ളത് ഇന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ പറയുമ്പോൾ ഇത് വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതന്ന് സംഭവിച്ചിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ചരമകോളങ്ങളൊക്കെ ഒരു പേജ് ഭാഗങ്ങളൊക്കെ ഉള്ളൂ. എന്നാൽ അന്ന് ഇത്രമാത്രം ആൾക്കാർ മരിച്ചു പോകുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ അന്ന് പേപ്പറൊക്കെ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എത്ര പേരുടെ കാര്യങ്ങൾ എഴുതാൻ പ്രിന്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. അത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ സംഭവിക്കും. കാരണം ഇതിനു മുമ്പ് രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ സംഭവിക്കുന്നുണ്ട്. അക്ഷരം പോലും മാറിപ്പോകത്തില്ല. എന്താണ് പറയുന്നത്? ആകാശവും ഭൂമിയും മാറിപ്പോകും, എൻ്റെ വായിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന ഒരു വചനവും മാറിപ്പോകുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിശയോക്തപരമായ കാര്യമോ നമ്മുടെ മനസ്സിന് ചിന്തിച്ചെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തള്ളരുത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ സംഭവിക്കും. ഒരു ഉദാഹരണം നമുക്കറിയാം. കോവിഡ് എന്ന രോഗം വന്ന് അത് നിയന്ത്രണ വിധേയമായിരുന്നില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന പലരും ഈ ലോകത്തിൽ കാണത്തില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന് കരുണ തോന്നി, ദൈവത്തിന് സഹതാപം തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഭൂമിയിൽ നമ്മളൊക്കെ ജീവനോടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ സഹതാപം കാണിക്കാത്തൊരു കാലം വരുന്നതിനെ കുറിച്ച് നമ്മൾ ഹോശേയ പ്രവചനത്തോട് ബന്ധത്തിൽ നാം പഠിച്ചിരുന്നു. അപ്പോൾ സഹതാപം വരാത്തൊരു കാലം വരാൻ പോകുന്നു. ഇതൊക്കെ സമയത്ത് 4ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് ദൈവം സഹതാപം കാണിക്കത്തില്ല. അന്നും 3-4 മരിച്ചു പോകും. പിന്നീട് ദൈവം സഹതാപം കാണിക്കാത്ത ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ മരണസംഖ്യ വളരെയധികം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നു. പക്ഷേ ഇതൊക്കെയും രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ആഴം മനസ്സിലാക്കി വേണം ദൈവത്തെ ഭയപ്പെടേണ്ടത്. നമ്മളൊക്കെ എത്രമാത്രം പ്രിയപ്പെട്ടവരെ ദൈവത്തോട് എതിർത്ത് നിന്നാലും നമ്മുടെ ബുദ്ധിയോട് നിന്നാലും ഒരു ശ്വാസം അങ്ങോട്ട് നമ്മൾ അത് എപ്പോഴാണിത് വിട്ടുപോകുന്ന അറിയാൻ കഴിയും. മനുഷ്യൻ്റെ കഴിവും പാണ്ഡിത്യവും ജ്ഞാനവും ഒക്കെ അവൻ്റെ ജീവൻ്റെ ശ്വാസമുള്ള സമയത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശ്വാസത്താൽ വിശ്വസിക്കപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തോട് മത്സരിക്കാതെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് സംഭവിക്കും എന്ന് വിശ്വസിച്ച് ദൈവത്തിന് കീഴ്പ്പെടുന്നതാണ് ഏറ്റവും ഉചിതവും ഉത്തമമായിട്ടുള്ള കാര്യമെന്നും രാത്രിയിൽ ദൈവാത്മാവിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഞാനിത് പറഞ്ഞത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഇതിന് ആയിരക്കണക്കിന് വർഷമൊന്നും ഉപയോഗിക്കുന്നില്ല. കേവലം 1260 ദിവസം മാത്രമേ എതിർക്രിസ്തുവിൻ്റെ ഭരണമുള്ളൂ. അതിൽ നമ്മൾ കണ്ടിരുന്നു ശേഷിച്ചിരിക്കുന്ന ചില മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നടക്കുമെന്നുള്ളത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒന്നിനു പുറകെ ഒന്നായി അത് സംഭവിക്കുക തന്നെ ചെയ്യും
എന്നുള്ളതിന് മാറ്റം ഇല്ല എന്നുള്ളതിന് രാത്രിയിൽ പ്രത്യേകം ഓർപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ 7 ദൂതന്മാരോടും പറഞ്ഞിരിക്കുന്ന ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവീൻ എന്നൊരു മഹാശബ്ദം ദേവാലയത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ പറയുമ്പോൾ ഒന്നാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവർണ്ണമുണ്ടായി. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് മൃഗത്തിൻ്റെ മുദ്രയുള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർവർണ്ണമുണ്ടായി. നമ്മൾ മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരോടുള്ള ബന്ധത്തിലാണ് ബാധ അയക്കുന്നത്. നമുക്കറിയാം അത് എങ്ങനെ സംഭവിക്കുന്നുള്ളത് ചിന്തിക്കും. അത് നമുക്കറിയാം ഇസ്രയേലിൽ ബാധ അയച്ചപ്പോൾ അവിടെ ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ ബാധയൊന്നും ബാധിച്ചില്ല. കാരണം ദൈവം അവരെ സംരക്ഷിച്ചു. അതുകൊണ്ടാണ് ഇതിനെ 7 ബാധകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. മിസ്രൈമുള്ള ബന്ധത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 ബാധകളെയാണ് ദൈവം അയച്ചത്. മിസ്രൈമിൽ ഇസ്രായേലുള്ള ബന്ധത്തിൽ 10 ബാധ അയച്ചത്. എന്നാൽ ഇവിടെ 7 അപ്പം ഒരു പുറപ്പാടിന്റെ സമയം, ഒരു മാറ്റത്തിന്റെ സമയമാകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതിന് മുമ്പായി 10 ബാധകളാണ് മിസ്രൈമിൽ അയച്ചിട്ട് അവരെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണെങ്കിൽ ഇവിടുന്ന് ഇസ്രായേലിൽ നിന്നുള്ള 144,000 ആകുന്ന ഭൂമിയുടെ ആദ്യ ഫലത്തെ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പായി ദൈവം 7 ബാധകളെ ഈ ഭൂമിയിലേക്ക് അയക്കും എന്നുള്ളത് ഇവിടെ പ്രസ്താവിച്ചിരിക്കുകയാണ്. അപ്പോൾ 7 ബാധകളിലെ ഒന്നാമത്തെ ബാധ മുഖാന്തരമായി ദൈവത്തെ അനുസരിക്കാത്ത അഥവാ മൃഗത്തിന്റെ മുദ്രയേൽക്കുന്നവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നതുമായ മനുഷ്യർക്കാണ് വല്ലാത്ത ദുർവർണ്ണം ഉണ്ടാകുന്നത്. ഈ ദുർവർണ്ണം ഉണ്ടാകുന്ന സമയത്ത് എല്ലാവർക്കും ഇത് വരുന്നില്ല. പക്ഷെ ഇത് പരക്കുന്നത് അന്ന് ആരെല്ലാമാണോ മൃഗത്തെയും പൈശാചിക ശക്തികളെ നമുക്കറിയാം പരുക്കൾ വന്നതിനെ കുറിച്ച് അറിയാം. മിസ്രൈമിൽ പരു വന്നപ്പോൾ അത് രാജാവിന്റെ കൊട്ടാരത്തിൽ മുതൽ ദാസന്മാരുടെ വീട് വരെയുള്ള എല്ലാവർക്കും പരു വന്നു. പക്ഷേ ഇസ്രായേൽ ജനത്തിന് മേൽ പരു വന്നില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇതിന്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള അപ്പോൾ ഇതിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഏകദേശം അതേ രീതിയിലാണ് സംഭവിക്കുന്നത്. അന്ന് അതങ്ങനെ സംഭവിച്ചെങ്കിൽ പിന്നെയും ഇത് സംഭവിക്കാം. ഈ സമയത്ത് ഇത് സംഭവിക്കാം എന്നല്ല സംഭവിക്കും. ഇപ്പൊ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് അന്ന് ഈ മുദ്രയുള്ളവർക്കും അതിന്റെ പ്രതിമ നമസ്കരിക്കുന്നവർക്കും മാത്രം മരണം ഉണ്ടാകുന്നത്. ഇതൊരു പകർച്ചവ്യാധിയായിട്ട് പടരുമ്പോഴും ദൈവത്തെ ആരാധിക്കുന്നവരെ സംരക്ഷിക്കുക, അവർക്ക് ബാധ ഏൽക്കാതിരിക്കുവാൻ ദൈവത്തിൻ്റെ സംരക്ഷണം അവർക്കുണ്ടാകും എന്നുള്ളത് ഇന്ന് രാത്രി പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ 7 ദൂതന്മാരോടും പറയുന്നത് നിങ്ങൾ പോയി ഭൂമിയിൽ ഒഴിച്ചു കളയുവാനാണ് പറയുന്നതെങ്കിലും ഒന്നാമത്തവൻ പോയി ഭൂമിയിൽ ഒഴിച്ചു, രണ്ടാമത്തവൻ പോയി സമുദ്രത്തിൽ ഒഴിക്കുന്നു, മൂന്നാമത്തവൻ പോയി കലശം നദികളിൽ നീരോളം ഒഴിക്കുന്നു, സൂര്യനിൽ ഒഴിക്കുന്നു, അതുപോലെ തന്നെ മൃഗത്തിന്റെ സിംഹാസനത്തിൽ ഒഴിക്കുന്നു, യൂപ്പർത്തോസ് എന്ന മഹാനദിയിൽ ഒഴിക്കുന്നു, ഏഴാമത്തെ തന്നെ ആകാശത്തിൽ ഒഴിച്ചപ്പോൾ ഇവിടെ പ്രവചനം നമ്മൾ വായിച്ചു വരുമ്പോൾ ഇത് ഭൂമിയിൽ ഒഴിക്കാൻ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ ആകാശത്തിൽ കൊണ്ട് ഒഴിച്ചെന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്ന തെറ്റല്ലേ എന്നുള്ള ചിന്ത പിന്നീട് ആർക്കെങ്കിലും വരാം. ഇപ്പം ഞാൻ ഈ വചനം പഠിക്കുമ്പോൾ അതിനെ നമ്മൾ ഒരു ചോദ്യ മനോഭാവത്തോടെ പഠിക്കുന്നതല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൽ നമുക്ക് മനസ്സിലാകാത്ത വിഷയങ്ങൾ ഉണ്ടെങ്കിലും നാം അത് മനസ്സിലാക്കുക സത്യമാണ്. നമുക്കത് മനസ്സിലാക്കി കിട്ടിയില്ല എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ വായിച്ചു നോക്കുമ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചുകൊള്ളുവീൻ എന്ന് ഒരു മഹാശബ്ദ ദേവാലയത്തിൽ നിന്ന് പറഞ്ഞിട്ട് പിന്നീട് ക്രോധകലശം കൊണ്ടുപോയി ആകാശത്തിൽ ഒഴിച്ചല്ലോ. 16 വാക്യം. അപ്പോൾ ഈ പറഞ്ഞ വചനം തെറ്റല്ലേ എന്ന് നാളെ ആരെങ്കിലും അത് ചോദിച്ചാൽ അതിന് ഉത്തരം പറയുവാൻ നാം ബാധ്യസ്ഥരാണ്. എന്തിനാണ് വെളിപ്പാട് പുസ്തകം പഠിക്കുന്നത്? ചില പറയും പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സ്വർഗ്ഗത്തിൽ പോയാൽ മതി. പിന്നെ എന്തിനായി വെളിപ്പാട് പുസ്തകം എഴുതി വെച്ചിരിക്കുന്നത്? പഠിക്കാനല്ലെങ്കിൽ, മനസ്സിലാകാതിരിക്കാൻ വേണ്ടി. അത് പഠിക്കേണ്ടാത്തവർ പഠിക്കണ്ട, അത് ഗ്രഹിക്കേണ്ടവർ ഗ്രഹിക്കട്ടെ. ചിലർ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ പറയും പകല് പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ല എന്ന് ചോദിക്കും. അതിൻ്റെ അർത്ഥം അവർക്ക് രാത്രി പ്രാർത്ഥിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ആ ചോദ്യം ചോദിക്കുന്നത്. രാത്രി പ്രാർത്ഥിച്ചോട്ടെ, നീ പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥിക്കണ്ട, എന്തിനാ പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ രാത്രി പ്രാർത്ഥിക്കട്ടെ. മറ്റൊരാൾ ചിലർക്ക് ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ രാത്രി പ്രാർത്ഥിക്കുന്നതിന് വിമർശിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇതുപോലെ വെളിപ്പാട് പുസ്തകം എന്തിനാ പഠിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ സുവിശേഷം മാത്രം പ്രസ്താവിച്ചാൽ മതി എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, മതി.
നിങ്ങൾ സുവിശേഷം മാത്രം പ്രസ്താവിച്ചാൽ മതി, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടും, എല്ലാവർക്കും എടുക്കപ്പെടും. പക്ഷേ എന്തിനാണ് ഈ പുസ്തകം എഴുതി വെച്ചത്? ആരെങ്കിലും കുറച്ച് ഇവർ പഠിച്ചേ പറ്റുള്ളൂ, ഇതിനെ വ്യാഖ്യാനിച്ചേ പറ്റുള്ളൂ, മനസ്സിലാക്കിയേ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ അകത്തെ വിഷയങ്ങളെ ഈ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഉള്ളപ്പോൾ ഇത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടില്ലെങ്കിൽ, അറിയിച്ചിട്ടില്ലെങ്കിൽ ആ സമയത്തുള്ള ശേഷിപ്പുകൾക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിലുള്ളപ്പോൾ തന്നെ ഇത് പ്രസ്താവിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് തികവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ആവശ്യം കാണത്തില്ലായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഇതിൻ്റെ ആവശ്യം കാണത്തില്ലെങ്കിൽ വേണ്ട, അവർ പഠിക്കണ്ട. അപ്പോൾ അവർ തികഞ്ഞവരാണ്, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടും, തികവുള്ളവരാണ്. ഇനിയിപ്പം വെളിപ്പാട് 15 മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കുന്നവരുമുണ്ട്. വെറും കേവലം 15 മിനിറ്റ് കൊണ്ട് വെളിപ്പാട് മുഴുവൻ പഠിപ്പിക്കും. ദൈവം നമ്മളിപ്പോൾ 66 ക്ലാസ് എടുത്തിട്ടും ഒന്നും ആയിട്ടില്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് 15 മിനിറ്റ് ക്ലാസ് എടുക്കുന്നവരെ ഞാൻ കണ്ടു. ഒരിക്കൽ ഞാനൊരു 3 ദിവസം ക്ലാസ് എടുത്ത ശേഷമായി അന്നത്തെ അവിടെ ഒരു ദേവദാസൻ പെട്ടെന്ന് വെളിപ്പാട് 15 മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ച് കാണിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 15 മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കുന്നവരുമുണ്ട്. അപ്പോൾ പല വിധത്തിൽ ഇതിനെ പഠിപ്പിക്കാൻ സാധിക്കും. പക്ഷേ ഇതിനകത്ത് കിടക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും മറുപടി കണ്ടെത്തി പഠിക്കുക എന്നുള്ളത് ശ്രമകരമായൊരു കാര്യം തന്നെയാണ്. ഇപ്പം 5 മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കാൻ പറ്റും വെളിപ്പാട് പുസ്തകം, ഞാനും വേണേൽ പഠിപ്പിക്കാം. പക്ഷേ അങ്ങനെ പഠിപ്പിച്ചാൽ ഇതിനകത്ത് കിടക്കുന്ന ചോദ്യങ്ങളും മാർമിക വിഷയങ്ങൾക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയത്തില്ല. ഇപ്പോൾ ഇവിടെ ഒരാൾ ന്യായമായി ചോദിക്കുക, ഏഴും ഭൂമിയിൽ ഒഴിച്ചു കളവാൻ കുഞ്ഞാടാൻ ദൈവം പറഞ്ഞെന്ന് നമ്മൾ പറഞ്ഞിട്ട് ഇവിടെ പിന്നെ ആകാശത്ത് ഒഴിച്ചു കളഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? അതിൻ്റെ ഉത്തരം മറ്റൊന്നുമല്ല. ഇതിൻ്റെ ഉദ്ദേശം ഭൂമിയിലുള്ള മനുഷ്യരുടെ മേൽ അവരുടെ ബാധ വരട്ടെ എന്ന അർത്ഥത്തിലാണ് ഭൂമിയിൽ ഒഴിച്ചു കളയാൻ പറഞ്ഞിരിക്കുന്നത്. ഭൂമിയിലുള്ള മനുഷ്യരുടെ മേൽ അതിൻ്റെ ബാധ വരട്ടെ. രണ്ടാമത്തെ വിഷയം, 6-ാമത്തെ മുദ്രയിൽ ആകാശം പുസ്തകച്ചുരുൾ ചൂട്ടും പോലെ മാറിപ്പോകുന്നതുകൊണ്ട്, ആകാശവിധാനമല്ല, ആകാശം മാറിപ്പോകുന്നതുകൊണ്ട്, ഈ ഭൂമി എന്നുള്ളത് ആകാശം ചൂട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് ഭൂമിയിൽ ഒഴിച്ചു കളയുക എന്ന് പറയുക, ആകാശം ഒഴിക്കുക എന്നതിൻ്റെ അർത്ഥവും ഭൂമിയോടുള്ള ബന്ധത്തിൽ തന്നെ ആണ് നിൽക്കുന്നത്. കാരണം ആകാശം ചൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചൂട്ടി വെച്ചിരിക്കുന്ന ആകാശം അല്ലെങ്കിൽ അതിനോടുള്ള ബന്ധത്തിൽ ഒഴിക്കുമ്പോൾ ഭൂമിയോടുള്ള ബന്ധത്തിൽ, അപ്പോൾ അത് ചൂട്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ആകാശം ഇല്ല, പ്രത്യക്ഷ കാണുന്നു പറഞ്ഞാൽ ആകാശ വിധാനമല്ല, നമുക്ക് മുകളിൽ കാണുന്ന ആ ബഹിരാകാശത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളില്ല എന്നുള്ളതാണ് ദൈവം ചൂട്ടി വെച്ചത്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തില്ല. ദൈവം ഈ 6-ാമത്തെ മുദ്രയിൽ ആകാശത്തെ പുസ്തകച്ചുരുൾ പോലെ ചൂട്ടി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു ഈ പുസ്തകച്ചുരുൾ ചൂട്ടും പോലെ ആകാശത്തെ ചുരുട്ടി വെക്കും എന്നുള്ളത്. അപ്പം അതുകൊണ്ട് സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ മാറിപ്പോകുന്നില്ല, ആകാശ വിധാനത്തെ അല്ല, ആകാശത്തെയാണ് ചുരുട്ടി വെക്കുന്നത്. അതുകൊണ്ട് ഭൂമി എന്ന് പറയുമ്പോൾ ആകാശം അവിടെ ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഭൂമിയിൽ ഒഴിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാകും. അപ്പോൾ ഒന്ന് അങ്ങനെ പറയാൻ കാരണം, അങ്ങനെ ആഴത്തിലൊന്ന് ചിന്തിച്ചാൽ ചോദ്യങ്ങൾ വന്നാൽ 2 കാര്യമാണ് ഉത്തരമുള്ളത്. ഭൂമിയിൽ ഒഴിച്ചു കളയുക എന്നതിൻ്റെ അർത്ഥം ഈ 7 ക്രോധകലശങ്ങളും മനുഷ്യരുടെ മേൽ ഉള്ള ബാധയായിട്ട് വരുന്നു. 2, 6-ാമത്തെ മുദ്രയിൽ ആകാശം പുസ്തകച്ചുരുൾ ചൂട്ടും പോലെ മാറിപ്പോകുന്നതുകൊണ്ട് ആകാശത്തിൽ ഒഴിക്കുക എന്നതിൻ്റെ അർത്ഥം അത് ഭൂമിയോടുള്ള ബന്ധത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഭൂമി മേൽ ഒഴിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആകാശം ഇല്ലാതായി പോകുന്നില്ല, ആകാശം ചൂട്ടി വെച്ചിരിക്കുന്നു, ആകാശം ഓടിപ്പോകുന്നു, ആകാശം ഇല്ലാതാകുന്നു, ആകാശം ഭൂമിയും അങ്ങനെ ഇല്ലാതായി തീരുകയും ചെയ്യും. എന്നാൽ ഇവിടെ പ്രാരംഭ സമയത്ത്, എതിർക്രിസ്തുവിന്റെ വർണ്ണ സമയത്തിൽ 6-ാമത്തെ മുദ്രയിൽ ആകാശം പുസ്തകച്ചുരുൾ പോലെ ചുരുട്ടും പോലെ ചുരുട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ അതിന് ഉത്തരം ഇതാണ്, ഇത് മനുഷ്യരുടെ മേൽ ബാധ വരാൻ വേണ്ടിയാണ്, അതുകൊണ്ടാണ് ഭൂമിയിൽ ഒഴിച്ചു കളയുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ സമുദ്രത്തിലും ഇതെല്ലാം ബാധിക്കുന്നത് മനുഷ്യനെയാണ്. പിന്നെ പ്രത്യക്ഷത്തിൽ ആകാശം കാണത്തില്ല, അത് ചൂട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ എവിടെ ഒഴിച്ചാലും അത് ഭൂമിയോട് ബന്ധത്തിൽ നിൽക്കുന്നത് കൊണ്ടുമാണ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് മുന്നമേ ഒന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം വളരെ ശ്രദ്ധയോടെ ദൈവജനം വായിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക് ഇതിനകത്ത് നിരവധി സംശയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ആ സാധ്യതകളെ എല്ലാം മുൻപ് കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ട ഗൈഡൻസ് തന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് പിന്നീട് മറ്റൊരു സംശയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മുൻവിധിക്കാർക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സാധാരണ ഒരു രീതിയിൽ പഠിക്കുന്ന ആർക്കും തന്നെ അത് പ്രത്യേകമായിട്ട് സംശയം ഉണ്ടാകത്തില്ല. പക്ഷെ എന്നാൽ മുൻവിധികൾ വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് പഠിപ്പിക്കുമ്പോൾ അത് മറ്റു രീതിയിൽ അവർ പഠിച്ചതുമായിട്ട് ബന്ധപ്പെടാത്തതുകൊണ്ടുള്ള സംശയം പൊതുവെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ആ മുൻവിധി മാറ്റാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയത്തില്ല, ആരെ കൊണ്ട് കഴിയത്തില്ല. കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ യേശുവിന് പോലും സാധിക്കാത്ത പോലെയാണ് മുൻവിധിക്കാരെ ഗുണപ്പെടുത്തുക എന്നുള്ളത്. കർത്താവ് വന്നപ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന പരീക്ഷ ശാസ്ത്രിമാരൊക്കെ മുൻവിധിക്കാരായിരുന്നു.
അവർ ധരിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ കൊണ്ട് അവർ തല പെരുത്തിരുന്നു. അവർക്ക് ആ ജ്ഞാനമുണ്ടെന്നുള്ള ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ട് വേറൊരു കാര്യം ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ അവർ യേശു പറഞ്ഞ സത്യവചനത്തെ അവർ തിരസ്കരിച്ചു കളഞ്ഞു. അവരുടെ മസ്തിഷ്കത്തിൽ വെച്ചിരുന്ന ചില ചിന്തകളെ, മുൻവിധികളെ യേശു പറഞ്ഞ കാര്യങ്ങളെ അവർ പുല്ലുവില പോലും കൊടുത്തില്ല. അവർ വെച്ചിരുന്ന ശബത്തും അവർ വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ അവിടെ മനസ്സിരുന്നുകൊണ്ടാണ് അവർക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തത്. പാരമ്പര്യവാദികൾക്കും അതുപോലെ തന്നെ മത മൗലികവാദികൾക്കൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സത്യം കേൾക്കുമ്പോൾ സത്യമാണ് തിരിച്ചറിഞ്ഞ് അതിന് കീഴ്പ്പെടുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തന്നിരിക്കുന്ന മാനസാന്തരം, അല്ലെങ്കിൽ വിനയം, താഴ്മ എന്ന് പറയുന്നത്. അത് അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് കേട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വായിച്ചു കേൾപ്പിക്കാനും വായിച്ചു കേൾപ്പിക്കാനും ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്ന ഒരു ഭാഗ്യവാന്മാരെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ചുരുങ്ങിയ പക്ഷം നമ്മളിത് വായിച്ച് കേൾക്കുന്നതുകൊണ്ട്, ഇത് വായിക്കുന്നത് കൊണ്ട്, അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഭാഗ്യവാന്മാരാകട്ടോ. ഇപ്പോൾ ഈ പുസ്തകം വായിക്കുന്നുണ്ട്, പഠിക്കുന്നു. ഞാൻ ഇത് തീരുന്നതിൻ്റെ മുമ്പായിട്ട് ചില കാര്യങ്ങൾ പറയുന്നത്, ആരെങ്കിലും എന്തിനാ പഠിക്കുന്ന ചിന്തയുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാർ. അതുകൊണ്ടാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. ഇന്നത്തെ ഈ സഭകൾക്ക് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാന വിഷയം അവർ ഭാഗ്യഹീനരായിത്തീരുന്നതിൻ്റെ കാരണം, നിർഭാഗ്യവന്മാരായി തീരാൻ കാരണം വെളിപ്പാട് പുസ്തകം വായിക്കുകയോ വായിച്ച് കേൾപ്പിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ദൈവഭയമില്ലാതായി പോകുന്നത്. പെട്ടെന്ന് മരിക്കുമെന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയാൽ ദൈവത്തെ ഭയപ്പെടും ദൈവമാരാ. അതുകൊണ്ടാണ് വെളിപ്പാട് സാധ്യം വഹിക്കുന്നത്. വായിക്കണം, വായിച്ച് കേൾപ്പിക്കണം, പ്രമാണിക്കണം. അവർ ഭാഗ്യവാന്മാർ വായിക്കുന്നത്. അപ്പോൾ ചുരുങ്ങിയ പക്ഷം നമുക്കിത് വായിക്കാനെങ്കിലുള്ള ഭാഗ്യം തന്നല്ലോ, വായിച്ച് കേൾപ്പിക്കാനുള്ള ഭാഗ്യം തന്നല്ലോ. അത് മാത്രമല്ല, പ്രമാണിക്കുന്നതും ഭാഗ്യമാകട്ടോ. അതുകൊണ്ട് ദൈവജനം കേൾക്കുക മാത്രമല്ല, അത് കേൾപ്പിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെടുമാറാകട്ടെ. അപ്പോൾ രണ്ടാമത്തവൻ തൻ്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. അപ്പോൾ അത് മരിച്ചവൻ്റെ രക്തം പോലെയായി തീർന്നു. സമുദ്രത്തിലെ ജീവജന്തുവൊക്കെയും ചത്തുപോയി. അപ്പോൾ ഈ രണ്ടാമത്തവൻ തൻ്റെ കലശം ഒഴിക്കുന്നത് സമുദ്രത്തിലാണ് ഒഴിക്കുന്നത്. 16-ാം അധ്യായം 3-ാം വാക്യം. അതിന് നമുക്ക് കാണുന്നത് രണ്ടാമത്തെ ദൂതന്റെ കാഹളനാദത്തെങ്കിൽ ഇതുമായിട്ട് ബന്ധമുണ്ട്. രണ്ടാമത്തെ ദൂതന്റെ കാഹളം, രണ്ടാമത്തെ ദൂതൻ കാഹളം വന്ന സമയത്ത് സമുദ്രത്തിൽ 1/3 രക്തമായി മാറുകയും സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോകുകയും കപ്പലുകളിൽ 1/3 നഷ്ടം സംഭവിക്കുകയുമാണ് ചെയ്യുന്നത്. 8-ാം അധ്യായം 8-9 വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ രണ്ടാമത്തെ ദൂതൻ കാഹളം ഊതുന്ന സമയത്ത് 1/3 നാശം സംഭവിക്കുന്നത്. സമുദ്രത്തിൽ 1/3 രക്തമായി മാറുന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികൾ 1/3 ചത്തുപോകുന്നു. കപ്പലുകൾ 1/3 സംശയം. എന്നാൽ 7-ാമത്തെ ദൂതൻ ഊതുന്ന സമയത്ത്, 3-ാമത്തെ കഷ്ടം വരുന്ന സമയത്ത് ഇത് മുഴുവനായി രക്തതുല്യമായിത്തീരുന്നു. അപ്പോൾ മരിച്ചവന്റെ രക്തം പോലെയായി തീർന്നു. രണ്ടാമത്തെ തൻ്റെ കലശം സമുദ്രത്തിൽ ഒഴിച്ചു. അപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെയായി തീർന്നു. സമുദ്രത്തിലെ ജീവജന്തുവൊക്കെയും ചത്തുപോയി. രണ്ടാമത്തെ കാഹളം ഊതിയ സമയത്ത് 1/3 ചത്തുപോയത്. എന്നാൽ ഈ രണ്ടാമത്തെ കലശം സമുദ്രത്തിൽ ഒഴിക്കുമ്പോൾ സമുദ്രത്തിലെ ജീവജന്തുവൊക്കെയും ചത്തുപോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മരിച്ചവന്റെ രക്തം പോലെ ആയിത്തീർന്നു. മരിച്ചവന്റെ രക്തം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ജീവവായുവായ ഓക്സിജന്റെ പരിവർത്തനം നിലച്ചു പോകുന്നതിനെയാണ് മരിച്ചവരുടെ രക്തം പോലെയായി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ജീവവായിരിക്കുന്ന ഓക്സിജന്റെ പ്രവർത്തനം നിലച്ചു പോകുന്നു. അപ്പോൾ ഈ സമുദ്രത്തിൽ രണ്ടാമത്തെ കലശമൊഴിക്കുന്ന സമയത്ത് അത് മരിച്ചവരുടെ രക്തം പോലെയായി തീർന്നതിന് കട്ടിപിടിച്ചു പോവുകയല്ല ചെയ്യുന്നത്. ജീവവായുവിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നത് കൊണ്ട്, സമുദ്രത്തിലെ ഓക്സിജൻ ഇല്ലാതാകുന്നത് കൊണ്ടാണ് ജീവജന്തുവൊക്കെയും ചത്തുപോകുന്നത്. അതല്ലാതെ മരിച്ചവന് രക്തം പോലെയായി സമുദ്രം വെള്ളം കട്ടിപിടിച്ച് പോകുന്നില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ജീവവായുവാണ്, ഓക്സിജൻ ആണ് ഒരു മനുഷ്യനെ ജീവിപ്പിച്ച് അവൻ്റെ ശരീരത്തെ ഉത്തേജിച്ച് നിൽക്കുന്നെങ്കിൽ, ഈ സമുദ്രം മരിച്ചവൻ രക്തം പോലെയായി തീർന്നതിനർത്ഥം ജീവവായു സഞ്ചരിക്കാത്ത, പരിവർത്തനം ചെയ്യാത്ത വെള്ളമായി സമുദ്രം തീർന്നു. ഈ സമുദ്രത്തിന് തീരത്തൊക്കെ നമ്മൾ പോയി നിൽക്കാറുണ്ടല്ലേ.
പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ പോയി കന്യാകുമാരിയിലൊക്കെ പോയി നിൽക്കാമെങ്കിൽ 3 സമുദ്രം കൂടെ ചേരുന്ന സ്ഥലമാണ്. എല്ലാവരും അവിടെ ഉദയാസ്തമനങ്ങളൊക്കെ പോയി കാണാറുണ്ട്. വെളിപ്പാട് പുസ്തകം പഠിച്ചിട്ട് അവിടെ പോയി നിന്ന് നോക്കിയിട്ട് പറയണം, അധികം താമസിയാതെ ഇവിടെയുള്ള മീൻകൂട്ടം എല്ലാം ഇല്ലാതായിത്തീരും. ഇത് കാണുന്ന ചലിക്കുന്ന സകലതും നിശ്ചലമായിത്തീരും. ഞാൻ പറഞ്ഞത് ഇത് വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവിക്കാനുള്ളതാണ് പ്രിയപ്പെട്ടവരെ. ഇനി തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇതും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമെല്ലാം കാണുമ്പോൾ ഇന്ന് ചലിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് തിരമാല അടിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്രത്തെ നോക്കി നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ അകത്ത് നിരവധി മത്സ്യങ്ങളും തിമിംഗലങ്ങളും എത്രയോ ജീവജന്തുക്കളൊക്കെ ഉണ്ട്. അതെല്ലാം ചത്തുപോകുന്ന ഒരു അനുഭവത്തിലേക്ക് വരും എന്ന് വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരുപക്ഷെ നമുക്കത് വിശ്വസിച്ചെടുക്കാൻ കഴിയും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ നിലനിർത്തുന്ന ജീവവായു ഇല്ലാതായി അത് മരിച്ചവൻ്റെ രക്തം പോലെ തീർന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്തുള്ളത് മുഴുവൻ ചത്തുപോകും. പിന്നീട് അത് എങ്ങനെയാണ് ജീവൻ പ്രാപിക്കുന്നതിനെ കുറിച്ച് നമ്മളത് പിന്നീട് നമ്മൾ ചിന്തിക്കും. അത് 1000 ആണ്ട് വാഴ്ചയുള്ള ബന്ധത്തിൽ ഇതെല്ലാം ദൈവം തിരിച്ചതിനെ കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന എന്തെല്ലാം ഇവിടെ സംഭവിക്കുന്നുവോ അതെല്ലാം റീസ്റ്റോർ ചെയ്തിട്ടാണ് കർത്താവ് തൻ്റെ 1000 ആണ്ട് വാഴ്ചയിൽ ഭരണം നടത്തുന്നത്. ഇപ്പോൾ ഇവിടെ ചത്തുപോയെന്നുള്ളത് എങ്ങനെയാണിത് വീണ്ടും ജീവൻ പ്രാപിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിലൊന്ന് ചിന്തിക്കാം. കാരണം എഗസ്കേൽ പ്രവചനത്തെ ഒരു ഭാഗം ഞാൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, പലരും പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ച് പറയുന്ന ഭാഗം ഇതിനോടുള്ള ബന്ധത്തിലുള്ളതല്ല, അത് അഭിഷേകത്തോടുള്ള ബന്ധത്തിലല്ല. ഈ മരിച്ചവൻ്റെ രക്തം പോലെയായിത്തീരുന്ന വെള്ളത്തെ അത് ജീവബോധയാക്കി മാറ്റുന്നത് എഗസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന 47-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവത്തോടുള്ള ബന്ധത്തിലാണ്. ഞാൻ അത് ഒന്ന് പറഞ്ഞു പോകുന്നത്, ഇപ്പം ഇവിടെ മരിച്ചു പോകുമ്പോൾ എൻഗതി മുതൽ എന്നെക്ലീം വരെ നിന്നുകൊണ്ട് മീൻ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സമയത്ത് ഇതെല്ലാം അസ്തമിച്ചു പോയി, ഇതെല്ലാം ചത്തുപോവുകയാണെങ്കിൽ എന്നാണ് പിന്നീട് ഇത് വീണ്ടും ജീവൻ പ്രാപിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ഒരു ഭാഗം ഞാൻ വായിക്കാം. കാരണം ഇത് മനസ്സിലാക്കിയെടുക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും അത് അതിൻ്റെതായിട്ടുള്ള പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ വീണ്ടും സർവസജ്ജമായിട്ട് വരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ 47-ാമത്തെ യഹോവ പറഞ്ഞിരിക്കുന്നത്, അവൻ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തിൽ മടക്കി കൊണ്ടുവന്നു. അപ്പോൾ ആലയത്തിന് ഉമ്മരിപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിൻ്റെ മുഖം കിഴക്കോട്ടല്ലോ. ആ വെള്ളം ആലയത്തിൻ്റെ വലത്ത് ഭാഗത്തെ കീഴിൽ നിന്ന് യാഗപീഠത്തിന് തെക്ക് വശത്തായി ഒഴുകി അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്ത് കൊണ്ടുവന്നു. പുറത്ത് വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റിനടന്ന് കൊണ്ടുപോയി വെള്ളം വലത്ത് ഭാഗത്ത് കൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു 1000 മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം നരിയാണിയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു. അതെനിക്ക് കടപ്പാൻ വകയാത്ത ഒരു നദിയായി വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വകയാത്ത ഒരു നദിയായി തന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര കണ്ടുവോ എന്ന് ചോദിച്ചു. പിന്നെ അവൻ എന്നെ നദീതീരത്ത് മടങ്ങിച്ചിലുമാക്കി. ഞാൻ മടങ്ങിയെത്തപ്പോൾ നദീതീരത്ത് ഇക്കരയും അക്കരയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവൻ എന്നോട് കല്ലിച്ചത്, ഈ വെള്ളം കിഴക്കേ ഗലീലയിലേക്ക് പുറപ്പെട്ട് അരാബിയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകിച്ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നത് കൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി നിന്നിട്ട് സകലവും ജീവിക്കും. അതിൻ്റെ കരയിൽ എൻഗേദി മുതൽ എക്ലീം വരെ മീൻ പിടിക്കാൻ നിന്ന് വല വീശും. അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതിയായി അസംഖ്യമായിരിക്കും. ഇവിടെ ഈ നഷ്ടപ്പെട്ടു പോകുന്നത്, ചത്തുപോകുന്നത് എങ്ങനെയാണ് സജീവമായി തീരുന്നതിനെ കുറിച്ചാണ് എഹെസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്തു സമയത്ത് ഇതെല്ലാം ചത്തുപോകുന്നു. എന്നാൽ കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പായി ജീവജലനദി, ജീവനുള്ള വെള്ളം പുറപ്പെട്ട് ഈ മരിച്ചവൻ രക്തം പോലെ ആയിരിക്കുന്ന ആ വെള്ളത്തെ ജീവിപ്പിച്ചെടുത്ത് വീണ്ടും മത്സ്യസമ്പത്തൊക്കെ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ
ബാക്കിയുള്ള എല്ലാ പുസ്തകങ്ങളോടും തമ്മിലുള്ള പഠനം നമുക്ക് ആവശ്യമാണ്. ഇപ്പം എഗസ്കേൽ പ്രവചനത്തിൽ പറയുന്ന 47-ാം അധ്യായത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെക്കുറിച്ചുള്ള കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പൊതുവെ എല്ലാവരും പാട്ട് പാടുകയും അഭിഷേകമാണെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അതങ്ങനെ പഠിപ്പിച്ചു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഈ രണ്ടാമത്തെ കലശം സമുദ്രത്തിൽ ഒഴിച്ചപ്പോൾ അത് മരിച്ചവന്റെ രക്തം പോലെയായി തീർന്നെങ്കിൽ യേശു കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ ഇത് മുഴുവനും വീണ്ടും റിസ്റ്റോർ ചെയ്യും. അപ്പോൾ ആ സമയത്ത് ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ഒഴുകുന്ന വെള്ളം കൊണ്ടാണ് അത് ചെന്ന് ചേർന്നിട്ടാണ് പഥ്യമായി തീർന്നിട്ട് ചലിക്കുന്ന സകല പ്രാണി എന്ന് പറഞ്ഞാൽ ജീവന്റെ അണുക്കൾ അവിടെ ഇവിടകൾ കാണും. അത് ആ ജീവനുള്ള അത് വീണ്ടും ചലനം പ്രാപിച്ച് എന്ന് പറഞ്ഞാൽ ജീവനുള്ള ജന്തുക്കൾ വഴി ചത്തുപോയെങ്കിലും അതിനെ ജീവിപ്പിക്കാൻ തക്കതായിട്ടുള്ള മുട്ടകളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ശേഷിച്ചിരിക്കും. പക്ഷെ ഇതിനെ ജീവിപ്പിക്കുന്നത് ദൈവത്തിന്റെ ജീവനുള്ള വെള്ളം ചെല്ലുമ്പോഴാണ് വീണ്ടും സമുദ്രമൊക്കെ മത്സ്യസമ്പത്ത് കൊണ്ടൊക്കെ സമ്പുഷ്ടമാകുന്നതെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിനെ റീസ്റ്റോർ ചെയ്യുന്നുണ്ട് 1000 ആണ്ട് വാഴ്ചയിൽ. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പം അത് നിങ്ങൾ വിചാരിക്കുന്നത് ഇതോടുകൂടി എല്ലാം തീർന്നു പോയി, അതികൃഷ്ണ വർണ്ണത്തോടുകൂടി ലോകം നശിച്ചു പോയി, എല്ലാ പ്രപഞ്ചങ്ങളും അതിൻ്റെതായിട്ട് രീതിയിൽ തീർന്നു പോയെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഏത് വിധത്തിൽ വേണമെങ്കിലും മാറ്റിയെടുക്കുവാൻ, അതിനെ രൂപഭംഗിപ്പെടുത്തുവാൻ, നശിച്ചു പോയതിനെ വീണ്ടും ജീവൻപ്പെടുത്തുവാൻ വേണ്ടിയും ദൈവത്തിന്റെ പദ്ധതികളുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകണം. അപ്പോൾ ഇതിന്റെ മൂന്നാമത്തെ ദൂതൻ തന്റെ കലശം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു, അവ രക്തമായി തീർന്നു. അപ്പോൾ ഇവിടെ നദികളിലും നീരുറവുകളിലും ഒഴിച്ചു, അപ്പോൾ അത് രക്തമായി തീർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ കാലത്തെങ്കിൽ നദികളിലെ നീരുറവുകളിലെയും വെള്ളത്തിൽ 1/3 രക്തമായി തീരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കാകളത്തോടുള്ള ബന്ധത്തിൽ അന്ന് 1/3 ദൈവം ശിക്ഷ കൊടുക്കുന്നെങ്കിൽ മനുഷ്യൻ മാനസാന്തരപ്പെടാനുള്ള സമയം ദൈവം കൊടുത്തിട്ടാണ് ശിക്ഷിക്കുന്നത്. പക്ഷേ ഈ മനുഷ്യൻ മാനസാന്തരപ്പെടുന്നില്ല, അവർ തിരിച്ചു വരുന്നില്ല. അത് ഈ യോഹന്നാൻ അത് തിന്നിട്ട് അവന്റെ വയറ് കഴിച്ചുപോയി എന്ന് നമ്മൾ പറഞ്ഞതിന്റെ കാരണം ദൈവത്തിന്റെ കോപവും ക്രോധവും ഒഴിക്കും തോറും ദൈവം പെട്ടെന്ന് അവരെ ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത് മനുഷ്യനെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 1/3 വരുന്ന ബാധ. എന്നാൽ അത് അവർക്ക് മാനസാന്തരത്തിനിടയാകാതിരിക്കുമ്പോഴാണ് ദൈവം അതിനെ മുഴുവനും അതിനെ രക്തതുല്യമാക്കി തീർക്കുന്നത്. മൂന്നാമത്തെ കാലത്തിനകത്തെങ്കിൽ നദികളിലെയും നീരുറവുകളിലെയും വെള്ളത്തിൽ 1/3 രക്തമായി തീരുകയായിരുന്നുവെങ്കിൽ മൂന്നാമത്തെ കലശം അവയിൽ ഒഴിക്കുന്ന നിമിത്തം അവ മുഴുവൻ രക്തതുല്യമായി തീരുന്നു. അതുകൊണ്ട് മനുഷ്യർക്കും ജീവജാലങ്ങൾ കുടിപ്പാൻ അല്പം പോലും ശുദ്ധജലം ഇല്ലാതാകുന്നു. ഉറവുകൾ രക്തതുല്യമായി തീരുന്നതുകൊണ്ട് കുഴൽക്കിണറുകളോ കുഴിച്ചാലും കിണർ കുത്തിയാലും അവയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളത്തിന് പകരം രക്തമായിരിക്കും. മഹാമാരിയാൽ രക്തരൂപേണ ദൈവത്തിന്റെ ക്രോധം പകരുന്നതിനെ കുറിച്ച് എഗസ്കേൽ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഗസ്കേൽ 14-19 മഹാമാരി രക്തരൂപേണ ദൈവത്തിന്റെ ക്രോധം പകരുന്നത്. അത് ദേശത്ത് സംഭവിക്കുന്നതാണെങ്കിൽ ഇവിടെ ജലാശയങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവ മുഴുവൻ ദൈവക്രോധത്താൽ രക്തതുല്യമായിത്തീരുന്നു എന്നാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സാകുന്നത്. ശുദ്ധജല ക്ഷാമത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുക തന്നെ പ്രയാസമുള്ള കാര്യമാണ്, അല്ലേ? നമുക്ക് വളരെ പ്രയാസമുള്ള കാര്യം. ഇന്ന് പണമുണ്ടെങ്കിൽ ടാങ്ക് ലോറി വീട്ടിൽ വരും, ഒന്ന് ഫോൺ ചെയ്താൽ വെള്ളം എവിടുന്നെങ്കിലും കൊണ്ടുവന്ന് തരും, എന്തെങ്കിലും മിനറൽ വാട്ടർ വാങ്ങിച്ച് കുടിക്കാം. എന്നാൽ ഒരു കാലം വരാൻ പോകുകയാണ്, ദൈവക്രോധത്തിനിരയാകുന്ന മനുഷ്യർ വെള്ളത്തിനായി അന്ന് എവിടെ പോകും? മറ്റാരോടും തുലനം ചെയ്യുവാൻ ആരുമില്ല എന്ന് പറഞ്ഞ് വീമ്പടിക്കുന്ന എതിർ ക്രിസ്തു അന്ന് അവന്റെ കഴിവുകൾ കൊണ്ടൊന്നും ദൈവക്രോധത്തെ തടയുവാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. മൃഗത്തോട് തുല്യൻ ആര് എന്ന് ചോദിക്കുമ്പോൾ വെള്ളം വ്യക്തമായി കഴിഞ്ഞാൽ നിന്റെ ടെക്നോളജി കൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട്, നീ ഉണ്ടാക്കിയിരിക്കുന്ന റോബോട്ടുകൾ കൊണ്ട്, കൃത്രിമനുഷ്യനെ കൊണ്ട് വെള്ളത്തെ രക്തമായി തീർന്ന വെള്ളത്തെ അത് കുടിക്കാനുള്ള യോഗ്യമായ വെള്ളമാക്കി മാറ്റാൻ കഴിയത്തില്ല. അതുകൊണ്ട് നദികളെയും നീരുറവുകളെയെല്ലാം ദൈവം ബാധിക്കുമെന്ന് മനുഷ്യൻ രക്തം കുടിക്കേണ്ടി വരുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ അന്യഗ്രഹങ്ങളിൽ ജലത്തിന്റെ കണികൾ തേടിപ്പോകുന്ന ശാസ്ത്രലോകം അന്ന് അവിടെയും പരാജയപ്പെടും. ഇവിടെ പോട്ടെ, അന്യഗ്രഹങ്ങളിൽ സൂര്യനിലും ചന്ദ്രനിലും ചൊവ്വയിലും മറ്റു പല സ്ഥലങ്ങളിലും മനുഷ്യൻ ആദ്യം അന്വേഷിക്കുന്ന അവിടെ ജലാംശമുണ്ടോ എന്നാണ്. വെള്ളമുണ്ടെങ്കിൽ അവിടെയും മനുഷ്യന് ജീവിക്കാം. കാരണം ഭൂമിയിലെ വെള്ളം രക്തമായതിനു മുൻപ്
അവയുടെയുള്ള ജലസ്രോതസ്സാണ് രക്തമാറ്റിയത്. അതേക്കുറിച്ച് നാം ചിന്തിച്ചതാണ്. നാം മനസ്സിലായി സൂര്യൻ ചന്ദ്രൻ രക്തമാറ്റിയിരുന്നത് അതിൻ്റെ അർത്ഥം ചന്ദ്രനിലുണ്ടാകുന്ന ജലകണികൾ ചന്ദ്രനിലെ സമുദ്രം അഥവാ ജലത്തിന്റെ ഭാഗമെല്ലാം രക്തമായിത്തീരും. മനുഷ്യൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വചനത്തിൽ എഴുതി. അപ്പം വെള്ളം എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം രക്തതുല്യമായിത്തീരും. അതുകൊണ്ടാണ് സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകുമെന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് അന്യഗ്രഹങ്ങൾ നമ്മൾ വിചാരിക്കും ഭൂമിയിലെ ഉറവുകളെല്ലാം നക്ഷത്രങ്ങൾ, ഭൂമിയിലെ സമുദ്രത്തിലുള്ള എല്ലാം ചത്തുപോകുന്നു. അതുപോലെ ഇവിടുത്തെ കിണറുകൾ, ഉറവുകളെല്ലാം രക്തതുല്യമായിത്തീരുന്നെങ്കിൽ അന്യ അന്യഗ്രഹങ്ങളിൽ പോയി താമസിക്കാമെന്ന് വിചാരിച്ചാൽ അതിനു മുമ്പ് അവിടെയുള്ള വെള്ളം രക്തതുല്യമായിത്തീരുന്നു. അതാണ് ചന്ദ്രൻ രക്തതുല്യമായിത്തീരുന്നതിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നാം ചിന്തിച്ചത്. ക്രിസ്തുവിന്റെ ഭരണകാലം ഉൾപ്പെടെ വരുവാനുള്ള നാളിൽ ഒരു വിധത്തിലും മനുഷ്യർക്ക് അനുയോജ്യമാകുന്ന ഒരു കാലമല്ല എന്ന് സത്യം തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്നതാണ് പരിജ്ഞാനമായിട്ടുള്ളത്. ഏതെങ്കിലും കാരണവശാൽ നാം ആ കാലഘട്ടത്തിലേക്ക് ജീവിക്കേണ്ടി വരേണ്ട ഒരു കാലഘട്ടം വന്നാൽ, പ്രിയപ്പെട്ടവരെ, അന്നുണ്ടാകാൻ പോകുന്ന വലിയ പ്രതിസന്ധി എന്താണെന്നുള്ളത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കട്ടെ. അതിനായി ഒരുങ്ങിയിട്ടല്ലാതെ ആരെങ്കിലും ഈ പുസ്തകം വായിക്കുന്നെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഈ കാര്യം നിങ്ങൾ ചിന്തിക്കുന്നത്, ഇതിപ്പോൾ നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് വെറുതെ തള്ളിക്കളയാനല്ല. ഞാൻ പറഞ്ഞല്ലോ, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി എടുക്കപ്പെടണം. അതിന് വരാൻ വരുന്ന വലിയ വിപത്തുകൾ ആണ് തുടർന്ന് സംഭവിക്കാൻ പോകുന്നത്. പ്രത്യേക ദൈവത്തിൻ്റെ കാവൽ അന്നുണ്ടായിരിക്കും. ദുർഗുണമുണ്ടാകുമ്പോൾ മനുഷ്യരെ ബാധിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ മനുഷ്യരെ ബാധിക്കുന്ന ദൈവത്തിൻ്റെ ഉള്ളവരെ ബാധിക്കുന്നില്ല. അന്നും ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടിയുള്ളത് ദൈവത്തിന് കൊടുക്കാൻ സാധിക്കും. അത് ദൈവം ചെയ്യും. കാരണം അത് എങ്ങനെയാണെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അന്ന് അതിനുള്ള പ്രൊവിഷൻസ് ദൈവം ചെയ്തിരിക്കും. കാരണം മിസ്രയീമിൽ ബാധ ഉണ്ടായപ്പോൾ അത് യഹൂദനെ ബാധിച്ചില്ല, ഇസ്രായേലിനെ ബാധിച്ചില്ല. അതുപോലെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ സംരക്ഷിച്ച് നിർത്തുവാൻ വേണ്ടിയുള്ള അവർക്ക് വേണ്ട കാര്യങ്ങളെ ദൈവം ഒരുക്കി കൊടുക്കും. അതിന് സംശയമില്ല. എങ്കിലും വരാൻ പോകുന്ന വിപത്തുകൾ വളരെ വലുതാണ്. എതിർക്രിസ്തുവിന്റെ ഭരണ സമയത്തെക്കുറിച്ചും സാത്താനികമായിട്ടും കഴിഞ്ഞ എതിർക്രിസ്തു ഭരണ സമയത്തെക്കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് വളരെ കാര്യമായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് ഇത് സന്ദേശം വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകേണ്ടത് പ്രഥമമായിരിക്കുന്ന കാര്യം, ഏതെങ്കിലും വിധത്തിൽ നാം വിശുദ്ധിയെ തികയ്ക്കണം. ഒന്നെങ്കിൽ നമ്മുടെ ജീവിതാവസാനം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ്. ഇതിന് എടുക്കപ്പെടാൻ വേണ്ടിയുള്ള ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കാൻ വേണ്ടിയാണ് നാം ഈ പുസ്തകം പഠിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും കോപത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി നാം കർത്താവിൻ്റെ വരവിനോട് ഒരുക്കപ്പെടാൻ വേണ്ടി രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം ഈ ദിവസത്തിൽ അതിൻ്റെ ചുരുളുകളെ ദൈവം ഉടർത്തി വയ്ക്കുന്നത്, അതിനെ പ്രകാശിപ്പിക്കുന്നത് സമയമെടുത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം പഠിക്കുന്നത്? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, വരാൻ പോകുന്നത് വലിയ വിപത്തുകളാണ്, വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനു മുമ്പായി ദൈവത്തിൻ്റെ സഭയെ ഒരുക്കിയെടുക്കുകയും അന്നത്തേക്ക് ഉള്ള കാര്യങ്ങളെ രേഖപ്പെടുത്തി വയ്ക്കുന്നത് അന്ന് ശേഷിച്ചിരിക്കുന്നവർക്ക് അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുമാണ് ദൈവാത്മാവ് ദിവസങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്ത. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവ് വരുന്നതിന് മുമ്പ് നമ്മളിത് പഠിക്കുന്നത് കൊണ്ട്, ചിന്തിക്കുന്നത് കൊണ്ട്, വല്ല വിധേനയും പൗലോസ് പറഞ്ഞതുപോലെ വല്ല വിധേനയും മരിച്ചവിടെ ഇരുന്ന പുനരുത്ഥാനമെന്ന് പൗലോസ് പറഞ്ഞു. നമ്മൾ ഈ ദിവസങ്ങളിൽ പറയേണ്ടത്, കർത്താവെ, വല്ല വിധേനയും ജീവനോടിരിക്കുമ്പോൾ ആ രൂപാന്തരപ്പെടാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ തലമുറക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. പൗലോസിന് അറിയാൻ താൻ മരിച്ചു പോകുന്നതുകൊണ്ട് പറഞ്ഞ് വല്ല വിധേനയും മരിച്ചു പുനരുത്ഥാനത്തിന് വേണ്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. വല്ല വിധേനയും നമ്മൾ ഈ ദിവസങ്ങളിൽ പറയേണ്ടത്, വല്ല വിധേനയും കർത്താവെ, എങ്ങനെയെങ്കിലും സംഭവം എനിക്ക് അങ്ങയുടെ വരവെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ ഞാൻ ജീവനോടിരിക്കുന്നു എങ്കിൽ കർത്താവെ, രൂപാന്തരപ്പെടാനുള്ള ദൈവകൃപ എൻ്റെ മേൽ പകരണമേ. അതിനുവേണ്ടിയാണ് നാം ഇത് പഠിക്കുന്നത്, ചിന്തിക്കുന്നത്. ഇത് ആരെയും തോൽപ്പിക്കാനോ ആരെയും ഭയപ്പെടുത്തുവാനോ അല്ല, ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദൈവം ഓരോ സമയങ്ങൾ അനുവദിച്ചു കൊടുത്തുകൊണ്ട് മുഴുവനായ മനുഷ്യനെ ഒറ്റയടിക്ക് കൊന്നുകളയല്ല ചെയ്യുന്നത്. ഓരോന്നായി ദൈവം ചെയ്ത് അവൻ്റെ സ്നേഹത്തിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അതിനെ നിസ്സാരമായി തള്ളിക്കൊണ്ട് എന്തു വന്നാലും സാത്താൻ്റെ പിന്നാലെ മാത്രമേ പോവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നവരോടാണ് ദൈവത്തിൻ്റെ കഠിനമായിരിക്കുന്ന ക്രോധം അവരുടെ മേൽ പകരപ്പെടുന്നതെന്നുള്ളതും നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു.
അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ 16-ാമത്തെ 5-ാം അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ദൈവത്തിന് ദൂതന്മാർ പല സ്ഥലങ്ങളിലുണ്ട്. അഗാധ ദൂതനുണ്ട്, അഗാധത്തിലെ ദൈവത്തിന് ദൂതനുണ്ട്, ജലാധിപതിയായ ദൂതനുണ്ട്. അങ്ങനെ ഇപ്പോൾ ഓരോ കാറ്റിൻ്റെ മേൽ അധികാരമുള്ള ദൂതനുണ്ട്. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു, ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവയെ, നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാൻ ആകുന്നു. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെ രക്തം അവർ ചിഹ്നിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. അതിനവർ യോഗ്യർ തന്നെ. അവണ്ണം യാഗപീഠവും അതേ സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ജലാധിപതിയായ ദൂതൻ പറയുക. അപ്പൊ ജലാധിപതിയായ ദൂതൻ, ആ ജലത്തിന്റെ അധിപതിയായിരിക്കുന്ന ദൂതനെ ദൈവം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ദൂതന്റെ അധീനതയിലുള്ള വെള്ളമാണ് ഇപ്പോൾ മുഴുവനും രക്തമായി തീരുന്നത്. എന്നിട്ട് ആ ദൂതൻ പറയുകയാണ്, ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധ. സാധാരണ ഇരിക്കുന്നവനും ഇരുന്നവനുമായി വരുന്നവനുമായുള്ളവയെ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നവനെ എന്നുള്ളത് പറയാതിരിക്കുന്നതിന്റെ കാരണം കർത്താവ് പ്രത്യക്ഷപ്പെടാൻ പോകുന്നു എന്നതുകൊണ്ടാണ് ആ ഒരു വാക്കോട് ഉപയോഗിക്കാതിരിക്കുന്നത്. ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവയെ, നീ ഇങ്ങനെ ന്യായം വിധിച്ചത് കൊണ്ട് നീതിമാനാകുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നെങ്കിൽ ഈ കർത്താവിന്റെ വരവ് അടുക്കുന്ന അത് വളരെ സമീപിച്ചിരിക്കുന്നതുകൊണ്ട്, ഇനി അധികം ദിവസങ്ങളില്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്ന വരുവാനുള്ളവനുള്ള ഭാഗം അവിടെ ഒഴിവാക്കിയിരിക്കുന്നത്. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. തല ഛേദിച്ച് ദൈവത്തിന്റെ ഭക്തന്മാരുടെ രക്തം അവിടെ ചിന്തപ്പെടുവാടെ എത്തുന്നു. ഹാബേലിന്റെ രക്തമാണ് ആദ്യമായി ഭൂമിയിൽ ചൊരിയപ്പെട്ടത്. അതിനുശേഷമായി എത്രയോ മനുഷ്യരുടെ രക്തം ചൊരിയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കാൽവറിയിൽ ചൊരിയപ്പെട്ട രക്തം അത് മനുഷ്യപാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ചൊരിയപ്പെട്ട രക്തമാണ്. അപ്പൊ അത് മനുഷ്യപാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, അത് പ്രതികാരത്തിന് വേണ്ടി ചൊരിയപ്പെട്ട രക്തമല്ല. ബാക്കിയുള്ളതൊക്കെ പ്രതികാരത്തിനായി തീരുമ്പോൾ കുഞ്ഞാടിന്റെ രക്തം പ്രതികാരത്തിന്റെ രക്തമല്ല, അത് നമ്മുടെ പാപമോചനത്തിനായിട്ടുള്ള രക്തമാണ്. അപ്പോൾ ഹാബേൽ രക്തം ചൊരിയപ്പെട്ടപ്പോൾ അതിന്റെ പ്രതികാരം ദൈവം കൈയിനോട് ചോദിച്ചിരുന്നു. എന്നാൽ 2000 വർഷം മുമ്പ് കാൽവരി ക്രൂശിൽ പിതാവാം ദൈവം തന്റെ പുത്രനെ ഒരു കുഞ്ഞാടായി യാഗമാക്കി തീർത്തത് പ്രതികാരം അതിനോട് ചോദിക്കാൻ വേണ്ടിയല്ല, അവന്റെ രക്തം ചൊരിഞ്ഞ മുഖാന്തരമായി പ്രതികാരം ചോദിക്കാൻ വേണ്ടിയല്ല. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ രക്തം ചൊരിയപ്പെട്ടത് അത് നാം ശത്രുക്കളായിരുന്ന നമ്മെ നീതീകരിച്ചെടുക്കാൻ വേണ്ടി അവന്റെ പുണ്യാക രക്തം ചൊരിഞ്ഞത് ഇന്ന് രാത്രിയിലും ഗുണകരമായി. അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് മറ്റുള്ള എല്ലാ കാര്യങ്ങളും നാം ചിന്തിക്കുമ്പോൾ അതിന് പ്രതികാരമുണ്ടെങ്കിൽ യേശുവിന്റെ രക്തം ചൊരിഞ്ഞത് പ്രതികാരത്തിന് വേണ്ടി അല്ല. അവൻ നമുക്ക് വേണ്ടി പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ നമുക്ക് വേണ്ടി തന്റെ സ്വന്തം രക്തം തരിക. അത് പ്രതികാരത്തിൻ്റെതല്ല, അത് വാസ്തവമായും നമുക്ക് ചൊരിയപ്പെട്ടത് പരിഹാരത്തിന് വേണ്ടിയാണ്. യേശുവിന്റെ രക്തം പ്രതികാരത്തിന്റെ രക്തമല്ല, യേശുവിന്റെ രക്തം അത് പരിഹാരത്തിന്റെ രക്തമാണ്, പാപത്തിന്റെ പരിഹാരത്തിന്റെ രക്തമാണ്. ബാക്കി ചൊരിയപ്പെടുന്ന രക്തമെല്ലാം പ്രതികാരത്തിനുള്ളതാണ്. സാഹചര്യം അവരത് ഏറ്റെടുത്തു. അവർ പറഞ്ഞു, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറയുടെ മേലും വന്നോട്ടെ എന്ന് പറഞ്ഞു ഏറ്റെടുത്തു. അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അവരത് അങ്ങനെ ഏറ്റെടുത്തതുകൊണ്ടാണ് അവരുടെ മേൽ വരുവാനിടയാക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിൽ ബാക്കി എല്ലാ ചൊരിയപ്പെടുന്ന നീതിമാന്മാരുടെ വിശുദ്ധന്മാരുടെ രക്തം ചൊരിയപ്പെടുമ്പോൾ അതിനൊരു പ്രതികാരം ദൈവം വെച്ചിട്ടുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടത് മനുഷ്യനോട് പ്രതികാരത്തിന് വേണ്ടിയല്ല. രാത്രി കരമുയർത്തി പറയണം, അത് എൻ്റെ പാപത്തെ പരിഹരിക്കുന്ന പരിഹാര രക്തമാണ്. കുഞ്ഞാട് രക്തത്തിന്റെ ശക്തിയാണ് നമ്മൾക്ക് പരിഹാരമായി തീർന്നിരിക്കുന്നത്. മറ്റൊരു രക്തത്തിനും മനുഷ്യപാപത്തെ പരിഹരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അത് പ്രതികാരത്തിൻ്റെതല്ല, പരിഹാരത്തിൻ്റെതാണ്. ബാക്കി ചൊരിഞ്ഞിരിക്കുന്ന എല്ലാ രക്തത്തിനും പ്രതികാരമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചത് കൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. അതിനവർ യോഗ്യർ തന്നെ. അവണ്ണം യാഗപീഠവും അതെ സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ദൈവത്തിന്റെ മഹാകോപത്തിൽ വെള്ളത്തിന്റെ സകല സ്രോതസ്സുകളും രക്തമായി തീരുന്നതിനുള്ള ബന്ധത്തിൽ ജനാധിപതിയായ ദൂതന്റെ വാക്കുകളാണ് എൻ്റെ പ്രാരംഭഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നീതിമാനായ ദൈവം മനുഷ്യർക്ക് വെള്ളത്തിന് പകരം രക്തം കുടിപ്പാൻ കൊടുക്കുന്നതിന്റെ കാരണം അവർ വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം നിർദ്ദയം ചിന്തിക്കുന്നതുകൊണ്ടാണ്. അന്ന്
കഴുത്ത് അറുത്ത് കൊല്ലുകളയുക എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയല്ല ചെയ്യുന്നത്. അന്നത്തെ കൊലപാതകത്തിൻ്റെ രീതി, അന്ന് വിശുദ്ധന്മാരെ കൊന്നുകളയുന്നത് വെടിവെച്ചു കൊന്നുകളയല്ല ചെയ്യുന്നത്. അവരെ കഴുത്തറുത്ത് തല ശിരസിൽ നിന്ന് മാറ്റി അവിടെ രക്തം മുഴുവനും ഭൂമിയിൽ ഒഴുകത്തക്കവണ്ണം ശിരസ്സും ഉടലും തമ്മിൽ വേർപിരിച്ച് അവരെ തലഛേദനം ചെയ്യുന്ന, ശിരച്ഛേദം ചെയ്തിടുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ ഭൂമി രക്തം കുടിച്ച് മടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടം വരുന്നു. അപ്പം അങ്ങനെ രക്തം നിർദ്ദേശിക്കൊണ്ടാകുന്നു ദൂതൻ പറയുന്ന കാര്യങ്ങളോട് പൂർണ്ണമായി യോജിപ്പുള്ളവനായിട്ട് സർവ്വസാധ്യമായ കർത്താൻ ന്യായവിധികൾ സത്യവും നീതിയോടെന്ന് യാഗപീഠവും പറയുന്നത്. യാഗപീഠം എന്ന് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് തീയുടെ മേൽ അധികാരമുള്ള ദൂതനെ കുറിച്ചാണ്. തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തെങ്കിലെന്ന് പുറപ്പെട്ടു എന്ന് 14-ാം 18-ാം വാക്യത്തിൽ പറഞ്ഞപ്പോൾ ജലാധിപതിയായ ദൂതനും തീയുടെ മേൽ അധികാരമുള്ള ദൂതനും ഇവർ പറയുകയാണ്, നിങ്ങൾ ഈ ദൈവം ഈ കാര്യം ചെയ്തിരിക്കുന്നത് അത് ന്യായമായ കാര്യമാണ്. കാരണം നിർദ്ദയം വിശുദ്ധന്മാരുടെ രക്തം അവർ ചിന്തിച്ചതുകൊണ്ട്, വിശുദ്ധന്മാരുടെ പ്രവാചകന്മാരുടെ രക്തം ചിന്തിച്ചതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു, അതിനവർ യോഗ്യർ തന്നെ അവിടം യാഗപീഠം. തീയുടെ അധികാരമുള്ള ദൂതനും ജലാധിപതിയായ ദൂതനും ഒരുപോലെ പറയുകയാണ്, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറയാൻ കേട്ടു. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇത്ര ക്രൂരമായ രീതിയിൽ ദൈവം ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അതല്ല, അവർ ചെയ്ത് കൂട്ടുന്ന ക്രൂര പ്രവൃത്തികൾക്ക് പകരമായിട്ടാണ് ദൈവം അവർക്ക് രക്തം കുടിപ്പാനായിട്ട് കൊടുക്കുന്നതെന്ന് ഇവിടെ രേഖപ്പെടുത്തി. അപ്പോൾ ആ സമയത്ത് ദൈവത്തിൻ്റെ ദാസന്മാർക്ക്, ദൈവമക്കൾക്ക് വെള്ളം, രക്തമായി തീരുന്ന വെള്ളം എങ്ങനെ അത് കുടിപ്പാൻ യോഗ്യമായി തീരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ദൈവം അതിനുള്ള പ്രൊവിഷൻ ഒന്ന് നൽകിയിരിക്കും. നമുക്കറിയാമല്ലോ, കയ്പായുള്ള വെള്ളത്തെ മരത്തിൻ്റെ ചില്ലകൾ വെട്ടിയിട്ടപ്പോൾ അതിൻ്റെ കയ്പ് മാറിയെങ്കിൽ അന്ന് ആലോചന ദൈവം പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് വെള്ളത്തിൻ്റെ രക്തം മാറി കുടിക്കാനുള്ള വെള്ളമാക്കി തീർക്കുന്ന. അന്ന് ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ ബാധകളൊക്കെ വരുന്നത് ആരാണോ അതിന് യോഗ്യരായിട്ടുള്ളവർ അവർക്കാണ് അവിടെ മേലാണ് വരുന്നത്. എന്നാൽ പൊതുവെ നോക്കുമ്പോൾ എല്ലാ വെള്ളവും അത് രക്തമായി തീരുമെന്നാൽ അതിന് പ്രത്യേകമായിട്ടുള്ള രീതിയിൽ അത് മാറ്റേണ്ടവർക്ക് മാറ്റി കൊടുക്കുവാൻ ദൈവത്തെ അറിയാം. അന്നും ജീവനോടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി, മുദ്രയേൽക്കാത്തവർക്ക് വേണ്ടി, അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവർക്ക് വേണ്ടി ദൈവം അതിനുള്ള വഴികളെയും തുറന്നു കൊടുക്കുമെന്നുള്ളതും നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 4-ാമത്തെ കലശം സൂര്യനിൽ ഒഴിക്കുന്നതിനെ കുറിച്ചാണ് 16-ാം അധ്യായം 8-9 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വ്യാഖ്യാന വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 4-ാമത്തവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചു, അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യൻ അത്യുഷണത്താൽ വെന്തുപോയി. ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. മനുഷ്യൻ ഓരോ ദിവസം ചെല്ലുന്തോറും അവൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നൊന്ന് വരുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്ത് ജീവിക്കാം എന്നുള്ളതും മനുഷ്യൻ അവൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനസാന്തരപ്പെടുകയല്ല, ഗുണപ്പെടുകയല്ല ചെയ്യുന്നത്. അവൻ ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഇതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ വരുമ്പോഴും പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യാണ്? ദൈവത്തെ ദൂഷിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ വാദങ്ങളുടെ മേൽ അധികാരമുള്ള ദൈവത്തിൻ്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. മനുഷ്യൻ മാനസാന്തരപ്പെടാതിരിക്കുമ്പോഴാ മഹത്വം കൊടുക്കാതിരിക്കുന്നത്. രാത്രി സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കണമെങ്കിൽ മാനസാന്തരമുള്ളവർക്കേ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് മാനസാന്തരപ്പെട്ടവരുടെ കൂട്ടത്തിൽ, സഭകളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കും. ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുന്നത് രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലാണ്. യഥാർത്ഥമായ ദൈവസഭയിലാണ് ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുന്നത്. അല്ലാത്തവർക്കൊക്കെ വെറും പാരമ്പര്യത്തെ ചടങ്ങുകളാകുമ്പോൾ, ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവകൃപ അനുഭവിക്കുന്ന, അതേ ഭാഗ്യവശാൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്ന ദൈവജനം
അവര് ദൈവത്തിനെപ്പോഴും മഹത്വം കൊടുത്തുകൊണ്ടിരിക്കും. അവരാണ് ദൈവത്തെ ആരാധിക്കുന്നവർ. ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കാരണമായി തീർന്നത് മാനസാന്തരം വരുമ്പോഴാണ്. അതുവരെയും നാം ദൈവത്തിന് സ്തുതിച്ചില്ലല്ലോ, ദൈവത്തിന് സ്തോത്രം ചെയ്തില്ലല്ലോ. അതേ, പുറത്തുവരുത്തമായ ഒരു പ്രാർത്ഥന നടത്തി, പാരമ്പര്യത്തിന്റെ പ്രാർത്ഥന നടത്തി, എന്തെങ്കിലും കാട്ടിക്കൂട്ടി നാം കടന്നുപോയവരാ. എന്നാൽ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട മുതൽ നാം സ്തോത്രമുള്ളവരായി മാറി, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരായി തീർന്നു. അതുകൊണ്ട് മാനസാന്തരമുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിന് മഹത്വം എപ്പോഴും അവർ കയറ്റിക്കൊണ്ടിരിക്കും. ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ മാനസാന്തര ഹൃദയമുള്ളവർക്കേ കഴിയത്തുള്ളൂ. അല്ലാത്തവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ശക്തമായി സംസാരിക്കുന്നു. നമുക്ക് മാനസാന്തരമുണ്ടെങ്കിൽ ആരും നമ്മളെ നിർബന്ധിക്കണ്ട. നാം ദൈവത്തിന് സ്തോത്രയാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കും, ദൈവത്തിന് മഹത്വം കയറ്റിക്കൊണ്ടിരിക്കും. അതാണ് മാനസാന്തരത്തിന്റെ തെളിവ്. ഇന്ന് എത്ര പ്രാവശ്യം ദൈവത്തിന് സ്തോത്രം ചെയ്തു? ഇത് വേദന ഉണ്ടായി കാണും, ഭാരമുണ്ടായി കാണും, പ്രാർത്ഥിച്ചൊന്നും ലഭിച്ചു കാണത്തില്ല. എങ്കിലും എല്ലാറ്റിനായി സ്തോത്രം ചെയ്യുന്നവർക്കായി ഞാനത് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്നാലൊരു കാലം വരാൻ പോകുകയാണ്, ദൈവത്തെ മഹത്വപ്പെടാത്ത, ദൈവത്തെ സ്തോത്രം കൊടുക്കാത്ത അതേ ഒരു കാലഘട്ടം വരാൻ പോകുന്നുവെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ടെമ്പറേച്ചർ 35 ഡിഗ്രി 36 ഡിഗ്രി ഒക്കെ കേരളത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് AC എല്ലാവർക്കും വാങ്ങിച്ചു വെക്കുവാൻ കഴിയും. വേണമെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ വാങ്ങിച്ചു വെക്കാൻ കഴിയും. ഇന്ന് ഫാനുകളില്ലാത്ത വീടുകളില്ല. അതെ, എല്ലാവരുടെയും വീടുകളിൽ ഫാനുകളായി. ഒരു കാലത്തുണ്ടായിരുന്നു, ഫാനുകളില്ലായിരുന്നു. അന്നും ഈ ചൂടൊക്കെ ഉണ്ടായിരുന്നു. 30, 35, 32 ഒക്കെ ഡിഗ്രി, 35 വേനൽക്കാലത്തൊക്കെ വന്ന സമയത്ത് ഞാൻ എൻ്റെ ചെറുപ്പകാലം ഓർക്കുന്ന ഫാനൊന്നുമില്ലായിരുന്നു. അന്നും നമ്മൾ ജീവിച്ചു പോന്നിരുന്നു. അന്നത്തെ ആരാധനയിലും കുഴപ്പമില്ലാതെ ദൈവത്തെ മഹത്വം കയറ്റി പോന്നിരുന്നു. പക്ഷെ ഇന്ന് വന്ന് AC ഇട്ട്, അതെ, 22 ഡിഗ്രി ടെമ്പറേച്ചർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അവിടെ ഇരിക്കുമ്പോഴും ഒരു സ്തോത്രം പറയാൻ കഴിയാത്ത വിശ്വാസികൾ ലോകത്തിലുണ്ട്, ആരാധനയിലുണ്ട്. മതിയാകുന്നില്ല മനുഷ്യന്, സൗകര്യങ്ങൾ മതിയാകുന്നില്ല. എത്രമാത്രം AC കണ്ടുപിടിച്ചാലും, നീ ഏതെല്ലാം രീതിയിലുള്ള സെൻട്രലൈസ്ഡ് AC സിസ്റ്റം കണ്ടുപിടിച്ചാലും, എതിർ ക്രിസ്തുവെ, നിന്റെ ഭരണത്തിനോ നിന്റെ ആ സമയത്തെ ആ ടെക്നോളജികൾക്കോ ദൈവത്തിന്റെ ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. എന്ന് പറയുന്നത് മനുഷ്യനെ ചുടുവാൻ തക്കവണ്ണമുള്ള വലിയ ദൂഷണമുണ്ടായി. ഇന്നത്തെ ചൂട് വലുതല്ല കേട്ടോ. ഇന്നത്തെ ടെമ്പറേച്ചർ കൂടിയിരിക്കുന്നത്, അതെ, നമ്മൾ പറയുമ്പോൾ പറയും കഴിഞ്ഞ വർഷത്തേക്കാൾ ചൂട് കൂടി. അത് ശരിയാ. ഓസോൺ ലെയറിന്റെ പാളികൾ മാറി. അതെ, അൾട്രാ വയലറ്റ് കിരണങ്ങൾ വരുന്നുണ്ട്. പകൽ സമയത്ത് 3 മണിക്കൂറൊക്കെ മാറി നിൽക്കാൻ പറയുന്നുണ്ട്. ചില ഡിസ്ട്രിക്റ്റുകളെ കുറിച്ച് പറയുന്നത് വാണിംഗ് ഒക്കെ തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് ഒരു ഡിസ്ട്രിക്റ്റും വ്യത്യസ്തമായി കാണത്തില്ല. എല്ലായിടത്തും ഒരുപോലെ അത്യുഷ്ണമായിരിക്കും. കാരണം ഈ കലശം 4-മത്തവൻ സൂര്യനിൽ ഒഴിക്കുമ്പോൾ മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം, അഥവാ ഒരു മനുഷ്യനെ ചുടണമെങ്കിൽ ആ ടെമ്പറേച്ചർ എത്രയായിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. ഒരു 50 ഡിഗ്രിയിൽ മുകളിലേക്ക് പോയി കഴിയുമ്പോഴത്തെ സ്ഥിതി എല്ലാവർക്കും അറിയാമല്ലോ എന്താണെന്നുള്ളത്. നമുക്കറിയാം, സഹാറ മരുഭൂമികൾ, അതുപോലെയുള്ള മറ്റുള്ള സ്ഥലങ്ങളൊക്കെ, മണലാരണ്യങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ 45, 50, 55 ഡിഗ്രി വരെയൊക്കെ ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളുണ്ട്. എന്നാൽ അതിന് മീതെ പോകുമെന്നും ഏകദേശം വെള്ളം തിളക്കത്തക്കവണ്ണമുള്ള ഒരു ചൂടുള്ള ഒരവസ്ഥ ലോകത്തിൽ വരുമെന്നും വേദപുസ്തകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇത് രാത്രി ഞാൻ ദൂത് പറയുമ്പോൾ ദൈവവചനത്തിന് ആധികാരികതയിൽ പറയുകയാണ്. അത് ഈ ലോകത്തിൽ മനുഷ്യൻ കണ്ടുപിടിക്കുന്ന അവന്റെ AC സിസ്റ്റങ്ങൾക്കോ മറ്റൊന്നിനോ തന്നെ അന്ന് ദൈവം അയക്കുന്ന ബാധയിൽ രക്ഷപ്പെടാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് വളരെയധികം ടെമ്പറേച്ചർ കൂടിയിട്ട് മനുഷ്യനെ ചുടുവാൻ തക്കമുള്ള അത്യുഷ്ണം വരുന്നത്. അതുകൊണ്ട് ഇന്ന്
ഈ ദിവസങ്ങളിൽ ഫാനൊക്കെ കറങ്ങുമ്പോൾ സ്തോത്രം പറഞ്ഞുകൊള്ളണം, AC ഓൺ ചെയ്യുമ്പോൾ സ്തോത്രം ചെയ്തുകൊള്ളണം. അതെ, നമുക്ക് ദൈവം തന്നെ സുഖ സൗകര്യങ്ങൾക്കായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു കാലത്തില്ലാതിരുന്നൊക്കെ തന്നതിനായി സ്തോത്രം ചെയ്യാം. എന്നൊരു കാലഘട്ടം വരാൻ പോകുക. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട്, മനുഷ്യന്റെ യാതൊരുവിധമായ എക്യുപ്മെന്റ്സ് കൊണ്ടും ടെക്നോളജി കൊണ്ടും വരാൻ പോകുന്ന അത്യുഷ്ണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ബാധ ലോകത്തിലേക്ക് വരുമ്പോൾ ലോകം ശ്രദ്ധിച്ചുകൊള്ളുക, മനുഷ്യനെ ചുടുവാൻ തക്കമുള്ള ചൂടിവിടെ വരും. അതങ്ങനെ സംഭവിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ മനുഷ്യൻ മാനസാന്തരപ്പെടാത്തതുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കത്തില്ല. അന്നും മഹത്വം കൊടുക്കുന്നവരെ സൂക്ഷിപ്പാൻ ദൈവത്തിന് കഴിയും. ആ കാലഘട്ടത്തിലും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ ദൈവം കരുതിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, ഇതെങ്ങനെ സംരക്ഷിക്കുമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. മിസ്രൈമിലെ ബാധയിൽ ദൈവം തൻ്റെ മക്കളെ ദൈവം സൂക്ഷിച്ചെങ്കിൽ ഈ ബാധകളിലും ദൈവത്തിനുള്ളവരെ ദൈവത്തിന് സൂക്ഷിപ്പാൻ, അവരെ സംരക്ഷിക്കുവാൻ, അവരുടെ ടെമ്പറേച്ചർ നേരെയാക്കി എടുക്കാൻ ദൈവത്തിന്, മനുഷ്യന്റെ ബോഡി ടെമ്പറേച്ചർ ഏകദേശമുള്ള എത്ര നമുക്കറിയാം. ആ ടെമ്പറേച്ചർ കൂടുക കുറയുകയോ ചെയ്താൽ പനിയാണെന്നൊക്കെ പറയും, അല്ലെങ്കിൽ പറയും. നമുക്കറിയാം ഏകദേശമുള്ള മനുഷ്യന്റെ ടെമ്പറേച്ചർ കൃത്യമായിട്ട് എനിക്കറിയത്തില്ല, 33-30 ഡിഗ്രി എങ്ങാണ്ടാണ്. ഓക്കെ, അത് കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ എനിക്ക് വ്യക്തമായി പറയാൻ പറ്റത്തില്ലെന്ന് അറിയാവുന്നവർ ഉണ്ടല്ലോ. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ നിന്ന് കൂടുതലോ കുറേയൊക്കെ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സുഖകരമായ മനുഷ്യ ശരീരത്തിന്റെ ടെമ്പറേച്ചർ അതിൽ കൂടുതൽ, അവൻ്റെ ശരീരത്തിന്റെ ആ പൊതുവായിട്ടുള്ള ടെമ്പറേച്ചറിന് വ്യത്യസ്തമായിട്ടുള്ള ടെമ്പറേച്ചറിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അന്ന് തെർമോമീറ്റർ ഒന്നും ഉപയോഗിച്ചാൽ പറ്റത്തില്ല. 98 ഡിഗ്രി ഫാരൻഹീറ്റ് ഒക്കെയാണ് ഇന്നത്തെ ടെമ്പറേച്ചറായിട്ട് വെച്ചിരിക്കുന്നത്. അന്ന് എന്തുകൊണ്ട് അളക്കും മനുഷ്യൻ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അത്യുഷ്ണം ഉണ്ടാകുമ്പോൾ 100 ഡിഗ്രിയും 50 ഡിഗ്രി 60 ഡിഗ്രി 100 ഡിഗ്രി ഒക്കെ വരുമ്പോൾ ഏത് തെർമോമീറ്റർ വെച്ച് ചൂടളക്കും? അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം വരാൻ പോകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ സംഭവിക്കും. സൂര്യനിൽ ഒരു ദൂതൻ തൻ്റെ കലശം, 4ാമത്തെ ദൂതൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് അത്യുഷ്ണത്താൽ വെന്തുപോകുന്ന വലിയൊരു കാലഘട്ടം വരാൻ പോവുകയാണ്. അപ്പം സൂര്യനിൽ നിന്ന് അതിഘോരമായ ചൂടായിരിക്കും പ്രവഹിക്കുന്നത്. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോകുമെങ്കിലും സർവശക്തനായ ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുന്നില്ലാതെ, ദൈവത്തിന് മഹത്വം കൊടുക്കാതെ വണ്ണം മാനസാന്തരപ്പെടുന്നില്ല. അത് നമ്മെ അത്ഭുതപ്പെടുത്തും. എന്തുകൊണ്ടാണെന്ന്, മനുഷ്യരുടെ ഹൃദയം പൈശാചിക വഞ്ചനകൾ അത്രമാത്രം കഠിനപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് അവർ ഇപ്രകാരം ദൈവത്തോട് പ്രതികരിക്കുന്നത്. ചോദിച്ച മനുഷ്യത്വം വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? കർത്താവിന്റെ വാക്കുകൾ അതുപോലെ തന്നെ പൂർത്തീകരിക്കപ്പെടണം. ലോകാവസാനത്തെ അന്ത്യനാളുകളിലേക്ക് അടുക്കും തോറും മനുഷ്യർ ദൈവത്തിൽ നിന്ന് അധികമധികമായി അകന്നു പോവുകയും ആത്മീയ അന്ധതയിലായിത്തീരുകയും ചെയ്യും എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ദൈവവചനത്തിന്റെ വ്യാപാരവും ദൈവമക്കളുടെ സാന്നിധ്യവും ഉള്ളത് കൊണ്ടാണ് ഇന്ന് ലോകം നിലനിന്ന് പോകുന്നത്. എന്നാൽ പരിശുദ്ധമാഭൂമിയിൽ എടുക്കപ്പെട്ട വിശുദ്ധന്മാർ പോയ ശേഷമായി പിന്നീട് ശേഷിച്ച ഭൂമിയിൽ കാണും. എന്നാൽ ആ വലിയ സാന്നിധ്യം ഇവിടെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ മാനസാന്തരത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരികയും മനുഷ്യ അതികഠിനമായി ആത്മീയന്തത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 5ാമത്തെ കലശം മൃഗത്തിന് സിംഹാസനത്തിൽ ഒഴിക്കുന്നത്, അതാണ് 5ാമത്തെ കലശം. ദൂതൻ അവന്റെ കലശം മൃഗത്തിന് അഥവാ എതിർ ക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. 5ാമത്തെ തന്റെ കലശം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. 16-ാം അധ്യായം 10 മുതൽ 11 വാക്യങ്ങൾ. അപ്പോൾ അതിന്റെ രാജ്യം ഇരുണ്ടുപോയി. അവർ കഷ്ടനിമിത്തം നാവ് കടിച്ചും കൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൻ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല. ദൈവത്തെ ദുഷിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കാൻ പോവുകയാണ്. ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കാൻ പോവുകയാണ്. അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഇതൊക്കെ വരുമ്പോൾ, ഓരോ കഷ്ടം വരുമ്പോൾ, ചൂട് വർദ്ധിക്കുമ്പോൾ, വ്രണമുണ്ടാകുമ്പോൾ, അത് കഠിനമായിരിക്കുന്നുണ്ടാകുമ്പോൾ ഒന്നും മാനസാന്തരപ്പെടാതെ പൈശാചികന്റെ അധീനതയിലുള്ളവർ നാവ് കടിച്ചും കൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും കേതുവാൻ എന്ന് പറഞ്ഞാൽ 1ാമത്തെ ദൂതൻ അത് ഭൂമിയിൽ ഒഴിച്ചപ്പോൾ ഉണ്ടായ വ്രണങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ല. വെള്ളം രക്തമായി തീർന്നു. മനുഷ്യന് കുടിപ്പാൻ വെള്ളമില്ല. നദികളിലെ വെള്ളമെല്ലാം അത് രക്തതുല്യമായി തീർന്നു. സമുദ്രത്തിൽ നിന്ന് ഒന്നും കിട്ടാനില്ല. എല്ലാം ചത്തുപോയി. അതിലൂടെ നാറ്റം വമിച്ചുകൊണ്ടിരിക്കുക.
ഇതെല്ലാം സംഭവിക്കുമ്പോഴും മനുഷ്യൻ പല്ല് കടിച്ചുകൊണ്ട് നാവ് കടിച്ചും കൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചില്ല തങ്ങളുടെ പ്രവൃത്തിയോട്ട് മാനസാന്തരപ്പെട്ടില്ല. പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളാകുന്ന മനുഷ്യരാ ഇന്നും മാനസാന്തരപ്പെടാത്തവർ ചെയ്യുന്ന എന്തെല്ലാം ദുഷ്കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ അല്പമെങ്കിലും മനസ്സാക്ഷി ഉള്ളത് കൊണ്ടാണ് ലോകത്തിൽ വ്യാപരിക്കാതിരിക്കുന്നത്. എന്നാൽ മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേൽ തൻ്റെ കലശം ഒഴിക്കുമ്പോൾ അത് ഇരുണ്ടു പോവുകയാണ് ചെയ്യുന്നത്. അഞ്ചാമത്തെ കാഹളനാദത്തിൽ സൂര്യനും ആകാശവും ഇരുണ്ടു പോകുന്നതിനെ കുറിച്ചാണ് നമുക്ക് 9-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അഞ്ചാമത്തെ കാലത്ത് സൂര്യനും ആകാശവും ഇരുണ്ടു പോകുന്നു. ഇവിടെ അഞ്ചാമത്തെ കലശം തൻ്റെ ദൂതൻ മൃഗത്തിന്റെ സിംഹാസനത്തിൽ ഒഴിക്കുമ്പോൾ എതിർ ക്രിസ്തുവിന്റെ രാജ്യം ഇരുണ്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതിന്റെ ബാഹ്യമായുള്ളതിനെ കുറിച്ചല്ല, വിവേകമില്ലാത്ത ഹൃദയത്തിന്റെ ഉള്ളതിനെ കുറിച്ചാണ്. മൃഗമായവന്റെ ഭരണശിലാകേന്ദ്രം പൂർണ്ണമായും ഇരുളാകുന്നതോടെ ലോകം മുഴുവൻ വിവേകശൂന്യമായിത്തീരുന്നു. അന്ന് ഇരുൾ വ്യാപരിക്കും. മൃഗവനോട് കൂടെയുള്ളവരും ഒന്നുപോലെ വിവേകം നഷ്ടപ്പെട്ട് ഒരിക്കലും മടങ്ങി വരാത്ത നിലയിൽ ദുഷ്പ്രവർത്തികളിൽ ആണ്ടുപോവുകയും ചെയ്യുന്നു. ഒരിക്കലും മടങ്ങി വരാത്ത രീതിയിൽ ഇരുണ്ട അവസ്ഥയിലേക്ക് ഇരുളായിത്തീരുന്ന ഒരു അവസ്ഥ വരാൻ പോവുകയാണ്. അല്പം പോലും പ്രകാശം കടന്നു വരാത്ത, ദൈവത്തിൽ യാതൊരുതുമായ അല്പം പോലും ദൈവമെന്നുള്ള ചിന്ത പോലും വരാത്ത വിധത്തിൽ മൃഗം ഉൾപ്പെടെയുള്ളവരുടെ അവരുടെ മനസ്സ് വിവേകമില്ലാതെ ഇരുണ്ടു പോകുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. ഈ തൊഴിലെ ഓരോ ബാധയും മനുഷ്യനെ ചെറുത്ത് നിൽപ്പുള്ള ആക്കം കൂട്ടുകയാണ്. ഓരോന്ന് വരുമ്പോൾ അതിനെ ചെറുത്ത് നിന്ന് അതിനുള്ള പ്രതിരോധം മനുഷ്യൻ വരും. എന്തു വന്നാലും അതിനെ സധൈര്യം നേരിടാമെന്നുള്ള മനക്കരുത്തിലേക്ക് ലോകത്തിലെ മനുഷ്യർ നീങ്ങുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എന്തു വന്നാലും അതിനെ മനക്കരുത്തോടെ നേരിടാം എന്നുള്ള ചിന്ത വരും. അത് നിമിത്തവർ നാവ് കടിച്ചു പിടിച്ചുകൊണ്ട് ദൈവത്തെ ദൂഷിക്കുകയും പാപത്തിന്റെ മ്ലേച്ഛ പ്രവർത്തികളെ വിട്ട് മനസ്സാപ്പെടാതിരിക്കുകയും ചെയ്യുന്നു. പ്രകാരം മനുഷ്യർ അതിക്രൂരന്മാരെ തിരുവാൻ പ്രധാനമായിട്ട് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് തിരികെ കരയേറിപ്പോയതിനാൽ മനുഷ്യരിൽ ആത്മാവിന്റെ പൊതുപ്രവർത്തനം ഇല്ലാതിരിക്കുന്നതുകൊണ്ട്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ മാനസാന്തരം ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് മാറ്റമുണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് പ്രസംഗം കേൾക്കുമ്പോൾ കരയുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, വെളിച്ചമിവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടത്തിൽ ജനിക്കാൻ ഭാഗ്യം ലഭിച്ചതിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവിന്റെ കൃപായുഗ സമയത്ത് നമുക്ക് ജനിക്കാൻ ഭാഗ്യം ലഭിച്ചല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി സന്തോഷമുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കർത്താവേ, ഈ കാലഘട്ടത്തിൽ ജനിക്കാൻ, കൃപായുഗത്തിൽ ജനിപ്പാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇന്ന് നമുക്ക് വചനം കേൾക്കുമ്പോൾ മാനസാന്തരം ഉണ്ടാകും, കണ്ണുനീർ വീഴും. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ, പാപം ചെയ്യത്തിൻ്റെ അവസ്ഥ വരുമ്പോൾ, അതായത് പിന്മാറ്റത്തിൻ്റെ അവസ്ഥ വരുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ വേദന ഉണ്ടാകാൻ കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ബോധം വരുത്തുന്നതുകൊണ്ടാണ്. ആ ബോധമില്ലാത്ത ഒരു ലോകത്തിൽ വരാൻ പോവുകയാണ്. ബോധം നഷ്ടപ്പെടുത്തുന്ന ലോകത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇതേക്കുറിച്ചുള്ള ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് അവരുടെ ഹൃദയം കടന്നുപോകും. 2-ാം ഹർമോദയ യുദ്ധത്തിൽ സകല ജാതികളും മഹാരാജാവായ ക്രിസ്തുവിനോടും അവന്റെ സൈന്യത്തോടും പടപൊരുതുവാൻ ഒന്നാകെ നെഞ്ചുറപ്പിച്ച് പുറപ്പെടേണ്ടതിന് ദൈവം അവരെ ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ട്, ദൈവരെ ഏൽപ്പിച്ചു കൊടുക്കാണ്ട് ഇവരെല്ലാം ഒന്നിച്ച് അങ്ങനെ ഇറങ്ങി വരണം എന്നുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവ് നദി ഒഴുകാത്ത ആത്മീയ മരുഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരെക്കുറിച്ച് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കുമെന്നാണ്. അപ്പോൾ മത്സരികളായിരിക്കുന്നവർ വരണ്ട ദേശത്ത് പാർക്കുവാനിടയായിത്തരും. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലാത്ത വരണ്ട ദേശത്ത് പാർക്കും. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ആത്മനദി ഉള്ളതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ ആത്മനദി എന്ന് ധാരാളമായി കുടിക്കുവാൻ കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുന്നതിനുള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് ജലനദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്നവരും ആയുള്ളവര് എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ആത്മാവിനെ നൽകാമെന്ന് പറഞ്ഞു. ദൈവത്തിനടുക്കൽ വന്ന് കുടിക്കുവാൻ ഉള്ള സാവകാശം നമുക്കുണ്ട്. ഒടുക്കത്തെ നാളിൽ ദൈവം നിന്നുകൊണ്ടാ പറഞ്ഞത്, വരുവീൻ,
നിങ്ങൾക്ക് ധാരാളമായി കുടിക്കുവാനുള്ളതായ ആ ആശ്വാസത്തിൻ്റെ വാക്കുകൾ, ആശ്വാസത്തിൻ്റെ ആത്മാവിനെ ധാരാളമായി നൽകുന്ന ദൈവത്തായിരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് നമുക്ക് മരുഭൂമി ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലം വളരെയധികം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ മാനസാന്തരമില്ലാത്ത വരണ്ട ഒരു കാലഘട്ടത്തിലേക്ക് പോകാൻ കാരണം മത്സരികൾ ദൈവത്തോട് മത്സരിക്കുന്നുണ്ട്. വരണ്ട ദേശത്ത് പാർക്കേണ്ടതായിട്ട് വരും. അതേക്കുറിച്ച് അധികം നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇത് ക്രിസ്മസ് സമയത്തുണ്ടാകുന്ന അവബോധം അല്ലെ ബോധമില്ലാത്ത അവസ്ഥ നമുക്കറിയാം. ഇന്ന് തന്നെ മനുഷ്യന് സുബോധം ഉള്ളതുകൂടി നഷ്ടപ്പെടുത്തുന്ന ആൺപെൺ വ്യത്യാസമില്ലാതെ, പ്രായ വ്യത്യാസമില്ലാതെ പലരും ബോധം കെടുത്തിക്കളയുന്ന, സുബോധം നഷ്ടപ്പെടുത്തി കളയുന്ന പലതിൻ്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുക. മയക്കുന്ന മരുന്നുകളുണ്ട്, മയക്കുന്ന മരുന്നുകളുണ്ട്. മനസ്സിലായോ? മരുന്നുകൾ, അത് മയക്കുന്ന മരുന്നുകൾ, അതാണ് മയക്കുമരുന്ന് എന്ന് പറയുന്നത്. മരുന്നുകൾ രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ മയക്കുമരുന്നുകൾ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ള ബോധത്തെ ഇല്ലാതാക്കി കളഞ്ഞ് അവൻ എന്താണെന്നറിയാതെ അവനെ മൃഗമാക്കി മാറ്റുന്നതാണ് മയക്കുമരുന്നുകൾ. അപ്പോൾ അതിൻ്റെ ആസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് വർദ്ധിച്ച് പരിശുദ്ധമായി ഇവിടുന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാലുള്ള സ്ഥിതിവിശേഷം ഒന്ന് ചിന്തിച്ചു മനസ്സിലാക്കിക്കൂ. എന്തായിരിക്കും ലോകത്തിൻ്റെ സ്ഥിതി, എന്തായിരിക്കും എന്നുള്ളത്. ഇന്ന് അവിടെ ഇവിടങ്ങളിലാക്കി ചില കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളായി, അതേ മദ്യമയക്ക് മരുന്നുകളൊക്കെ അതിന് അടിമകളായി അനേകരായി തീരുമ്പോൾ ഒരു കാലഘട്ടം വരാൻ പോവുക, ഒരു സമയം വരാൻ പോവുക. സകല മനുഷ്യരും അതിന് അടിമകളായി തീരുന്ന അവസ്ഥയിലേക്ക് വരും. അതിൻ്റെ ഇടയിലും സുബോധമുള്ളൊരു കൂട്ടത്തെ വെളിച്ചത്തിൻ്റെ മക്കളായി ലോകത്തെ വെച്ചിരിക്കുമെന്നുള്ളതും ഈ രാത്രിയിൽ മറന്നു പോകരുത്. ഇതേക്കുറിച്ച് രണ്ടാമത്തെ കാര്യത്തിൽ പറയുമ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ ഉണ്ട്. അതിന് യോർദാൻ ഇക്കരെ പ്രവേശിച്ച ഇസ്രായേൽ ജനം അവർക്ക് ലഭിച്ച വാഗ്ദത്ത ദേശം കൈവശമാക്കേണ്ട നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയാൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ദേശനിവാസികൾ എല്ലാവരും ഇസ്രായേലിനെതിരെ നെഞ്ചുറപ്പിച്ച് യുദ്ധത്തിനായി പുറപ്പെട്ടു എന്നാണ് യോശുവയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം 11-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ നിർമൂലമാക്കുകയും കണ്ണുകൂടാതെ നശിപ്പിക്കുകയും ചെയ്യാൻ തക്കവണ്ണം നെഞ്ചുറപ്പിച്ച് ഇസ്രായേലിനുള്ള യുദ്ധത്തിന് പുറപ്പെടേണ്ടതിന് യഹോവ സംഗതി വരുത്തിയിരിക്കുന്നു. അപ്പോൾ യോർദാനിക്കരെയുള്ള രാജാക്കന്മാരെല്ലാം ഈ ഇസ്രായേൽ ജനത്തിനെതിരെ പരാജയപ്പെടും എന്നുള്ള ചിന്തയൊക്കെ അവർ മറന്നു കളഞ്ഞിട്ട് നെഞ്ചുറപ്പിച്ച് ഇസ്രായേൽ യുദ്ധത്തിന് പുറപ്പെട്ടു. അങ്ങനെ ദൈവ സംഗതി വരുത്തിക്കൊണ്ട് അവരെല്ലാം പരാജിതരായി തീർന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. ആ ദേശം മുഴുവനും ഇസ്രായേൽ കൈവശമാക്കുകയും ചെയ്തു. ലോകജാതി കഠിനക്കെതിരായി നെഞ്ചുറപ്പിച്ച് എന്ത് വന്നാലും പിന്മാറുകയില്ല എന്ന വണ്ണം എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ അചഞ്ചലമായി അന്ന് നിൽക്കുന്നതിന്റെ കാരണം അതെ ദൈവം അതിന് സംഗതി വരുത്തുന്നുണ്ട്. കാരണം കർമ്മോദവും യുദ്ധത്തിന് വേണ്ടി എല്ലാം ഇതിന്റെ പിന്നാലെ നീങ്ങണമെന്നുള്ളത് കൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ സന്ദേശം പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. അന്ന് സാത്താന്റെ പിന്നാലെ എന്തു വന്നാലും മരിക്കാൻ വേണ്ടി, നാശത്തിന് വേണ്ടി നെഞ്ചുറപ്പിച്ച് അവന്റെ പിന്നാലെ പുറപ്പെടുവാൻ മനുഷ്യലോകം, മാനവലോകം തയ്യാറാകുമ്പോൾ എന്തു വന്നാലും സത്യത്തിന് വേണ്ടി, അത് ജീവൻ കൊടുക്കേണ്ടി വന്നാലും യേശുവിന് വേണ്ടി, ആ സത്യനാമത്തിന് വേണ്ടി നിൽക്കും എന്നുള്ള ഒരു ഉറപ്പോടുകൂടി, ഒരു വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയോടുകൂടി നമുക്ക് നിന്നുകൂടാ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വിശ്വാസ തീക്ഷ്ണതയോടെ നമുക്ക് നിൽക്കാൻ സാധിക്കും. ചിന്തിച്ചു നോക്കുക. അതെ, ഈ ലോകജാതികൾ മുഴുവനും നെഞ്ചുറപ്പോടുകൂടി യുദ്ധത്തിന് വേണ്ടി തയ്യാറായി, അനീതി ഉള്ളവരായി യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുമ്പോൾ നമുക്ക് ദിവസങ്ങളിൽ ക്രിസ്തുവിൻ്റെ പിന്നാലെ, സത്യദൈവത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്ത് നമുക്ക് വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയോടെ നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുമ്പോൾ അതിനായി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കാം. അവരെല്ലാം നാശത്തിലേക്കല്ലേ പോകുന്നത്. എന്നാൽ നാം നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് വിശ്വാസ തീക്ഷ്ണതയ്ക്ക് വേണ്ടി നാം നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് മഹത്തരമായ, ഏറ്റവും ശ്രേഷ്ഠകരമായ പദവിയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നാം ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയ്ക്കൊത്തവണ്ണം വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിലേക്ക് ജീവിപ്പാനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ബുദ്ധി ഉപദേശിക്കുന്നത്. 6-ാമത്തെ കലശം യൂപ്പർത്തോസ് എന്ന മഹാനദിയിൽ ഒഴിക്കുന്നതിനെ കുറിച്ച്, യൂപ്പർത്തോസ് എന്ന നദിയെക്കുറിച്ച് 2 പ്രാവശ്യത്തെ പരാമർശമുണ്ട്. യൂപ്പർത്തോസ് നദീ തീരത്ത് ബന്ധിച്ചിരുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക എന്ന് പറഞ്ഞുള്ള ഒരു അതേക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു, 6-ാമത്തെ കാലത്തെക്കുറിച്ച്. ഇവിടെ
യൂപ്പർത്തോസ് എന്ന നദിയിൽ ആറാമത്തെ തൻ്റെ കലശം ഒഴിക്കുമ്പോൾ കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന് അതിലെ വെള്ളം പറ്റിപ്പോയി. എരുശലേമിന് കിഴക്ക് വശത്തായിട്ടാണ് മഹാനദിയാകുന്ന യൂപ്പർത്തീസ് ഒഴുകുന്നത്. യൂപ്പർത്തീസ് നദി. അതിനക്കരെ നിന്ന് വരുന്ന രാജ്യങ്ങളിലോ രാജാക്കന്മാർക്ക് വഴിയൊരുക്കുന്നതിനാണ് മഹാനദിയിലെ വെള്ളം ആറാമത്തേത് ദൈവത്തിന്റെ ക്രോധകലശം അതിൽ ഒഴിക്കുന്നതോടെ വറ്റിപ്പോകുന്നത്. ഇന്ന് ശക്തിയോടെ ഒഴുകുന്ന മഹാനദിയായിരിക്കുന്ന യൂപ്പർട്ടീസ്, അതിലെ വെള്ളം പൂർണ്ണമായി വറ്റിപ്പോകുന്നത് ദൈവീയ ഉപദേശം നിറവേറപ്പെടുന്നതിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, യൂപ്പർട്ടീസ് നദി ഞാൻ കണ്ടിട്ടില്ല, എന്നാൽ അതിലെ വെള്ളം ശക്തമായി ഒഴുകുന്ന ഒരു നദിയാണ്. അതിന് ഡെൽറ്റ പ്രദേശങ്ങളൊക്കെ ഉണ്ട്. യൂപ്പർട്ടീസ് നദി ഇന്ന് ശക്തമായി ഒഴുകുന്ന ഒരു നദിയാണെങ്കിൽ, ഈ പറയുന്ന ആറാമത്തെ തൻ്റെ കലശം യൂപ്പർത്തോസ് എന്ന മഹാനദിയിൽ ഒഴിച്ചപ്പോൾ അതിലെ വെള്ളം വറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. ദൈവം അവസാന യുദ്ധത്തിന് വേണ്ടി മനുഷ്യനുള്ള ആയുധപരമായിട്ടുള്ള മനുഷ്യന്റെ അവസാന യുദ്ധം അഥവാ ലോകാവസാനം എന്നുള്ളത് ലോകഭരണത്തിന്റെ അവസാനം കുറിക്കാനുള്ള ഹർമോദ യുദ്ധത്തിന് വേണ്ടിയുള്ള സന്നാഹങ്ങൾ ഒരുക്കപ്പെടാൻ വേണ്ടി അതിലെ വെള്ളം വറ്റിപ്പോയി ഇവര് ഫ്രീ ആയിട്ട് കടന്നു വരത്തക്കവണ്ണം, അതെ, ഈ കിഴക്കുന്ന് വരേണ്ട രാജാക്കന്മാർക്ക് വഴി ഒരുക്കി കൊടുക്കുകയാണ് ദൈവം. വന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി അവർക്കുള്ള തടസ്സങ്ങൾ മാറണം. വലിയ വലിയ ഹൈവേകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതെ, നമുക്ക് കാണുമ്പോൾ ഇന്ന് വളരെ ആശ്ചര്യകരമായിട്ട് തോന്നും. പണ്ടുണ്ടായിരുന്നേക്കാൾ എത്ര നല്ല മനോഹരമായ വഴികളാണ്. അധികം താമസിയാതെ ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയ ഹൈവേകൾ വരും. പ്രിയപ്പെട്ടവരെ, അത് സമുദ്രങ്ങളിലൂടെ അടിയിലൂടെയും മുകളിലൂടെയും ഒക്കെയുള്ള ഹൈവേകൾ വരും. എല്ലാ രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കും. മനോഹരമായ ഹൈവേകൾ ഉണ്ടാകും. 5 വരിയും 5 വരിയും 6 വരിയും ഒക്കെയുള്ള റോഡുകൾ കാണുമ്പോൾ ശ്രദ്ധിച്ചുകൊള്ളുക. ഇതെല്ലാം കാണിക്കുന്നത് യുദ്ധസന്നാഹത്തിന് വേണ്ടി, ഇസ്രായേലിന് എതിരായി യുദ്ധം ചെയ്യാൻ വേണ്ടി, സകല ജാതികളും ഒത്തുകൂടാൻ വേണ്ടി നടക്കുന്ന സന്നാഹത്തിന്റെ ഭാഗങ്ങളാണ്. ഇന്ന് കാണുന്ന എല്ലാ ഡെവലപ്മെന്റുകളും അത് വേണം. നമുക്കത് ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കാം, സുവിശേഷത്തിന്റെ ഉപയോഗിക്കാം, സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. എന്നാൽ ഇതെല്ലാം വരാൻ പോകുന്ന വലിയ യുദ്ധത്തിന് വേണ്ടി ഇസ്രായേലിനെതിരായി സകല ജാതികളും ഹർമോദ യുദ്ധത്തിന് വേണ്ടി ഒത്തുകൂടാൻ വേണ്ടി ഉള്ള വഴികൾ ഒരുക്കപ്പെടുന്നു. ഹൈവേകൾ മറ്റുള്ള പലതും വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകൾ വരാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം വരാൻ പോകുന്നത് സൈന്യം അങ്ങോട്ട് അടുക്കണം. വലിയൊരു യുദ്ധമുണ്ടാകാൻ പോകുന്നു. ഹർമോദ യുദ്ധമുണ്ടാകാൻ പോകുക. അത് കുഞ്ഞാടാകുന്ന ദൈവവും സാത്താനാകുന്ന എതിർക്രിസ്തുവാകുന്ന മനുഷ്യനും തമ്മിലുള്ള സംഘടനം ഉണ്ടാകാൻ, യുദ്ധത്തിന് വേണ്ടി ആ സ്ഥലം യൂപ്പർട്ടോസ് എന്ന സ്ഥലത്ത് വെള്ളം വറ്റിപ്പോകുന്നത് അവർക്ക് രാജാക്കന്മാർക്ക് കടന്നു വരാൻ വേണ്ടിയ ദൈവം യുദ്ധത്തിന് വേണ്ടി അവരെ ഒരുക്കിയെടുക്കുക, മാറ്റി നിർത്തുകയല്ല. കാരണം ഇവരെ നേരിട്ട് പരാജയപ്പെടുത്തേണ്ടത് ദൈവത്തിന്റെ ദൗത്യമാണ്. കാൽവറിയിൽ യാഗമാറ്റുന്ന കർത്താവ് അവൻ സമാധാനത്തിന്റെ രക്തം ചൊരിഞ്ഞുകൊണ്ട് സമാധാനത്തിന്റെ സന്ദേശം കൈമാറിയെങ്കിൽ, ഇനി എൻ്റെ യേശു കർത്താവ് ലോകത്തിൽ വരുന്നത് യുദ്ധവീരനായിട്ട് വരാൻ പോകുന്നത് അനീതിയുടെ ഭരണചക്രം നയിച്ചുകൊണ്ടിരിക്കുന്ന എതിർക്രിസ്തുവിനെയും അവന്റെ കൂടെ നിൽക്കുന്നവരെയും പരാജയപ്പെടുത്താൻ വേണ്ടി, അവരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ വേണ്ടി യേശു വരുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള വഴികൾ ദൈവം ഒരുക്കി കൊടുക്കുകയാണ്. അവരെ മുഴുവനും വിളിച്ചു വരുത്താൻ വേണ്ടി, അവരെ ചൂളകുത്തി വരുത്തി അവർക്ക് എതിരായിട്ട് യേശു കർത്താവ് ഇറങ്ങി വരും. അവനോടുകൂടെ അവന്റെ വിശുദ്ധന്മാരും സൈന്യവും ഇറങ്ങി വരുമെന്ന് വേദപുസ്തകം തെളിവ് തരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന നദിയിലെ വെള്ളം ദൈവം തന്നെ വറ്റിച്ച് കളയും, പോരാൻ പറയും എന്ന് കാണുന്ന വളരെ വലിയ മനോഹരമായിരിക്കുന്ന ഹൈവേകളൊക്കെ കാണുമ്പോൾ എനിക്കറിയാം ഇത് ഇന്റർ കോണ്ടിനെന്റൽ എന്ന് പറഞ്ഞാൽ ഭൂഖണ്ഡങ്ങളെ തമ്മിൽ അധികം താമസിയാതെ ബന്ധിപ്പിക്കും. യൂറോപ്പിൽ നിന്ന് ആഫ്രിക്കയിലേക്കും, ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയിലേക്കും, ഏഷ്യയിൽ നിന്ന് മറ്റുള്ള പല കോണ്ടിനെന്റുകളിലേക്കും സഞ്ചരിക്കത്തക്കവണ്ണം ഈ പറയുന്ന ഹൈവേകളൊക്കെ വരും. ഇതൊക്കെ മോഡേണൈസേഷന്റെ ഭാഗമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇതെല്ലാം ഒരു അന്ത്യ യുദ്ധത്തിലേക്കുള്ള സന്നാഹങ്ങളാണ്. പടജനങ്ങളെല്ലാം എത്തേണ്ടേ, വാഹനങ്ങളെല്ലാം എത്തിച്ചേരണ്ടേ, അതിനുവേണ്ടിയുള്ള എല്ലാ മാധ്യമങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചിന്തിച്ചുകൊള്ളുക,
നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഹർമോദം യുദ്ധം അടുത്തു വരുന്നു എന്നുള്ളതാണ് തെളിവ് നൽകുന്നത്. അപ്പോൾ 16-ാം 13-14 വാക്യങ്ങൾ മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. അവ സർവഭൂത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിന്റെ യുദ്ധത്തിനെ കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. സാത്താന്റെ വായിൽ നിന്ന്, കള്ളപ്രവാചകന്റെ വായിൽ നിന്ന്, മൃഗത്തിന്റെ വായിൽ നിന്ന്, മഹാസർപ്പത്തിന്റെ വായിൽ നിന്ന്, മൃഗത്തിന്റെ വായിൽ നിന്ന്, കള്ളപ്രവാചകന്റെ വായിൽ നിന്ന് 3 തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു. തവളയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അതൊരു ഉഭയജീവിയാണ്. കരയിലും കടലിലും താമസിക്കും, ഏത് വിധത്തിലുള്ള പരിപാടികളും ചെയ്യും. അത് വശീകരിക്കുന്നതാണ്. തവളയെപ്പോലെ അശുദ്ധാത്മാക്കൾ, തവളയുടെ ശക്തികൾ അശുദ്ധാത്മാക്കളെയാണ്. ഇതേക്കുറിച്ചൊക്കെ മിസ്രൈമിലുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അശുദ്ധ പൈശാചിക ദുർബോധ ശക്തികളുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ അന്ന് പ്രകടമായി വെളിപ്പെടാൻ പോവുകയാണ്. അല്പാൽപമായിട്ടാണ് വെളിപ്പെട്ടെങ്കിൽ പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ഭൂതാത്മശക്തികളെല്ലാം ഭൂമിയിൽ അത് അതിൻ്റെതായ പ്രഭവ കേന്ദ്രങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 3 പ്രഭവ കേന്ദ്രങ്ങളായിരിക്കുന്ന മഹാസർപ്പവും എതിർക്രിസ്തുവും കള്ളപ്രവാചകനുമായിരിക്കുന്ന 3 പൈശാചിക സാത്താനിക ത്രിമൂർത്തികളുടെ അനൈക്യതയാണ്. അവർ ഒന്നല്ല. പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വ്യാപരിക്കുന്ന ഒരേ ആത്മാവാണ്. നമ്മൾ വ്യാപരിക്കുന്ന ഒരേ ആത്മാവാണ്. എന്നാൽ അനൈക്യതരാത്മാക്കൾ തമ്മിൽ ചേരാത്ത മഹാസർപ്പത്തിൻ്റെയും എതിർ മൃഗത്തിൻ്റെയും അതുപോലെ കള്ളപ്രവാചകന്റെയും വായിൽ നിന്ന് 3 ആത്മാക്കൾ തവളയെപ്പോലെ അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് യോഹന്നാൻ കണ്ടെന്നാണ് പറയുന്നത്. 3 അശുദ്ധാത്മാക്കൾ ഓരോരുത്തരുടെയും വായിൽ നിന്ന് പുറപ്പെടുന്നതായി പ്രസ്താവിച്ചിരിക്കുന്നു. 3 അശുദ്ധാത്മാക്കളാണ് പുറപ്പെടുന്നത്. തവള ഉഭയജീവിയാണ്. അതിന് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയും. സത്യം തെല്ലുമില്ലെങ്കിലും സത്യത്തിന്റെ വക്താക്കളാണെന്ന് ലോകമനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കത്തക്കൊണ്ട് വഞ്ചിക്കുവാനും പ്രവർത്തിക്കാനും ഇവകൾക്ക് കഴിയുന്നു. അത് നിമിത്തം സർവഭൂത്തിലുള്ള മനുഷ്യ രാജാക്കന്മാർ വശീകരിക്കപ്പെടുകയും ദൈവത്തിന്റെ യുദ്ധത്തിനായി ഒത്തുചേരുകയും ചെയ്യുന്നവർ യുദ്ധത്തിനായ സർവ്വദേശങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് യെരൂശലേമിനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിനെക്കുറിച്ച് സെഖര്യാവിന്റെ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനം സെഖര്യാവിന്റെ 14-ാം 2-ാം വാക്യത്തിൽ ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. കർത്താവിന്റെ മഹാദിവസമാകുന്ന യുദ്ധം ലോകത്തിലെ സർവ്വ രാജ്യങ്ങളും മഹാരാജാവിന്റെ നഗരമാകുന്ന യെരൂശലേമിനെ, മത്തായി 5-ാം 14-ാം വാക്യത്തിൽ പറഞ്ഞു, 14-15 വാക്യത്തിൽ പറഞ്ഞു, യെരൂശലേം മഹാരാജ നഗരമാകുന്നു. ഇവരെ ഒന്നു ചേർന്ന് നടത്തുന്ന യുദ്ധമാണ്. അന്നത്തെ വാർത്താ വിനിമയ മാർഗങ്ങൾ ഇന്നത്തെ പോലെ 5Gയോ 4Gയോ 6Gയോ ഇന്റർനെറ്റോ മറ്റുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റുകളായിരിക്കും, ഇലക്ട്രോണിക് മീഡിയകളായിരിക്കത്തില്ല, നാനോ ടെക്നോളജി ആയിരിക്കത്തില്ല. അന്നത്തെ പ്രധാന വാർത്താവിനിമയ ശൃംഖല വാർത്താവിനിമയ സങ്കേതമായി ഉള്ള സാങ്കേതിക വ്യക്തിയായിരിക്കും. നമ്മളിതേക്ക് ചിന്തിച്ചല്ലോ. അവയെ പ്രഭവകേന്ദ്രങ്ങളായ പൈശാചികത്തിൽ നിന്ന് 3 അശുദ്ധാത്മാക്കൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് സർവദേശം പുറപ്പെടുന്നത് അവരെ വശീകരിക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ തവളയ്ക്ക് കരയിലും വെള്ളത്തിലും ഒരുപോലെ താമസിക്കാം. എന്നാൽ ദൈവമക്കൾക്ക് അങ്ങനെ അഭിനയിക്കാൻ പറ്റത്തില്ല. അഭിനയത്തിന് ലോകം വരാൻ പോവുകയാണ്. അതേ വാഗുകൊണ്ട് പറയുന്നതെല്ലാം അത് വലിയ നീതിയുടെ സത്യത്തിനെയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഉള്ളിൽ മുഴുവൻ വഞ്ചനയായിരിക്കും. ദിവസങ്ങളിൽ വഞ്ചനയുടെ ആത്മാക്കൾ പുറപ്പെടുവാൻ അതിനുള്ള സമയം വെളിപ്പെടുവാൻ പോകുന്നതുകൊണ്ട് മൃഗവും സാത്താനും മൃഗവും കള്ളപ്രവാചകനും കൂടി അത് ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും വശീകരിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരായി യെരൂശലേമിനെതിരായി യുദ്ധം ചെയ്യുവാൻ ഒരുമിച്ച് കൂടുമ്പോൾ ദൈവം അതിനെ അനുകൂലമാക്കി ആ യുദ്ധത്തിന് വേണ്ടി സന്നാഹം ഒരുക്കി കൊടുക്കും. പുതിയ വഴികൾ വരട്ടെ. അതുപോലെ യൂഫ്രട്ടീസ് എന്ന നദി വറ്റി വരണ്ടു പോകട്ടെ. ഇതെല്ലാം കാണിക്കുന്നത് അവർക്ക് അസാധ്യമായിരിക്കുന്ന ദൈവം സാധ്യമാക്കി കൊടുക്കുന്നത്. എല്ലാവരും അന്ന് ഒരുമിച്ച് കൂടണം. സകരാവ് പ്രവചിച്ചല്ലോ, സകല ജാതികളെയും ഞാൻ യെരൂശലേമിനെതിരെ ഒന്നിച്ചു കൂട്ടുമെന്ന്. ഇന്ന് രാത്രി കണ്ണുകൾ അടയ്ക്കാം. ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാർ പ്രവചനങ്ങൾ നിവൃത്തിയാകണം. അത് നിവൃത്തിയാകണമെങ്കിൽ എങ്ങനെ നിവൃത്തിയാകുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. ഞാൻ സകല ജാതികളെ കൂട്ടിവരുത്തുമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കൂട്ടിവരുത്തുന്നതിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം. ഇപ്പോൾ പഴയ നിയമത്തിന്റെ പ്രവചനങ്ങളിൽ കർത്താവ് പറഞ്ഞ പ്രവചനങ്ങളെയൊക്കെ എങ്ങനെയാണ് അത് പ്രാവർത്തികമാകാൻ പോകുന്നതെന്നാണ് വെളിപ്പാട് പുസ്തകം വെളിപ്പെടുത്തിയിരിക്കുന്നത്. യൂഫ്രട്ടീസ് നദിയുടെ വെള്ളം വറ്റിച്ച് കളഞ്ഞ് കിഴക്കുന്ന് വരുന്നവർക്കുള്ള വഴികൾ ഒരുക്കി കൊടുക്കും.
കൊടുക്കും. അത് തടസ്സം വരത്തില്ല. ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളെയും കണക്ട് ചെയ്യുന്ന വലിയ ഹൈവേകളൊക്കെ വരും. അങ്ങനെ സകല ജാതികളും യെരൂശലേമിനെതിരെ കൂടി വരത്തക്കവണ്ണമുള്ള പദ്ധതികൾ അത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം അനുവദിച്ചിട്ടാണ് സംഭവിക്കുന്നത്. ഹർമോദ യുദ്ധത്തിന് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് യുദ്ധത്തിന് വേണ്ടി ഒരുക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടെ ക്രമീകരിക്കുമ്പോൾ, സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ അത് മധ്യാകാശ യുദ്ധമുണ്ടാകാൻ പോകുന്നു. ആ സാത്താനെ അവനെ പരാജയപ്പെടുത്തി ഭൂമിയാകുന്ന പാതപീഠത്തിലേക്ക് തള്ളിക്കളയുവാൻ വേണ്ടി സ്വർഗം പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുത്രനായിരിക്കുന്ന യേശു കാത്തിരിക്കുന്നത്, ഞാൻ നിന്റെ ശത്രുവിന്റെ പാതപീഠമാക്കുവോളും, നീ എൻ്റെ വലത്ത് ഭാഗത്തേക്ക്. ഇന്നുവരെയും സാത്താനായിരിക്കുന്ന ശക്തി പാതപീഠമായിട്ടില്ല. എന്നാൽ ഈ പാതപീഠമായിരിക്കുന്ന ഭൂമിയിൽ നിന്ന് ഒരു കൂട്ടം ജന വിശുദ്ധിയെ തികച്ച് എടുക്കപ്പെടുന്ന ഒരു സുദിനമുണ്ടാകും, ഒരു സമയമുണ്ടാകും. അതിന്ന് രാത്രിയാണെങ്കിൽ എത്ര പേർക്ക് അതിൽ പങ്കാളിയായി തരാൻ ഭാഗ്യമുണ്ട്. നമുക്ക് രാത്രി ദൈവത്തോട് പറയും, കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് നിവൃത്തിയാകുമെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ കർത്താവ് വേഗത്തിൽ വരുമെന്നുള്ളതും അന്ന് മധ്യാകാശ ശുദ്ധമുണ്ടാകുമെന്നുള്ളതും ദൈവത്തിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന രൂപാന്തരപ്പെടുമെന്നും മരിച്ചവർ അക്ഷര ഉയർക്കുമെന്നും അടിയങ്ങൾ വിശ്വസിക്കുന്നു. ദൈവങ്ങളെ കേൾപ്പിക്കാം. അതുകൊണ്ട് ഇന്ന് രാത്രി കണ്ണുകളടച്ച് ദൈവത്തോടെ, കർത്താവേ, സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അങ്ങ് വരും, തൻ്റെ മധ്യാകാശത്ത് വന്നിട്ട് സഭയെ ചേർക്കുമെന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനുശേഷം നടക്കേണ്ട കാര്യങ്ങൾ, അതേ ഹർമോദ യുദ്ധത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സന്നാഹങ്ങൾ ഒരുക്കപ്പെടുവാൻ വേണ്ടി ദൈവം അനുവദിച്ചു കൊടുക്കുന്നു. അവരെല്ലാം വന്നുകൂടി യുദ്ധമുണ്ടാകുമെന്നും, അപ്പോൾ ആ യുദ്ധത്തിൽ ക്രിസ്തുവിനോടുകൂടെ അവനോടുകൂടെ വരുന്ന ആ മഹാരാജാവിനോട് കൂടെ വരുന്ന മണവാട്ടിയായി തീരുവാൻ, രാജ്ഞിയായി തീരുവാനുള്ള സ്വർഗീയ വിളി ലഭിച്ചവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് ദൈവം ഒരുക്കുന്ന ഒരു സ്വർഗീയ യെരൂശലേം പണിയപ്പെടുക. ഇവിടുത്തെ യെരൂശലേം നിരോധിക്കപ്പെടാൻ പോകുക. ഇവിടുത്തെ യെരൂശലേം തകർക്കപ്പെടാൻ വേണ്ടി ജാതിക ശക്തികൾ മുഴുവനും ഒത്തുകൂടുമ്പോൾ സ്വർഗത്തിൽ ദൈവം പണിയുന്ന സ്വർഗീയ യെരൂശലേമിന്റെ പണി ദൈവം പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ഹർമോദവും യുദ്ധത്തിന് മുമ്പായി ദൈവം തൻ്റെ സ്വർഗീയ യെരൂശലേമിന്റെ പണി പൂർത്തീകരിക്കപ്പെടും. അത് ഭൂമിയിലെ യെരൂശലേം ഉപരോധിക്കപ്പെടാൻ പോകുന്നതിന് മുമ്പായി സ്വർഗീയ യെരൂശലേം പണിയപ്പെടും, പുതിയ യെരൂശലേം പണിയപ്പെടും. അതിന്റെ മന്ദിരമായി തീരുവാനുള്ള ദൈവത്തിന്റെ മണവാട്ടി, യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന ദൈവസഭ മന്ദിരമായി തീരാനുള്ളവർ പ്രാരംഭത്തിൽ ഇവിടുന്ന് എടുക്കപ്പെടും. അതിനുശേഷമായി നഗരത്തിന്റെ ഭാഗമാകാനുള്ളവരും മതിലിന്റെ ഭാഗമാകാനുള്ളവരും എടുക്കപ്പെടും. രണ്ട് സാക്ഷികളുടെ ബന്ധത്തിൽ അവസാനമായി ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പുതിയ യെരൂശലേമിൽ പണിയപ്പെടും. അവിടെ ആ പണിയപ്പെടുമ്പോൾ ഭൂമിയിലെ യെരൂശലേമാകുന്ന ഈ മഹാനഗരമാകുന്ന യേശു ഭരിക്കേണ്ട ഈ പുതിയ ഭൂമിയിലെ യെരൂശലേം നിരോധിക്കപ്പെടും. അത് തകർക്കപ്പെടുവാൻ വേണ്ടി ഒരുക്കപ്പെടുമ്പോൾ സ്വർഗത്തിൽ പണിതിറങ്ങുന്ന സ്വർഗീയ യെരൂശലേമിന്റെ കല്ലുകളോട് എത്തിച്ചേരുവാൻ ഇടയത്തിനും കരങ്ങളിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മളെ കണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതികൾക്കായി സ്തോത്രം ചെയ്യാം. അത് ഇവിടെ അത് നിരോധിക്കപ്പെടാൻ പോകുമ്പോൾ, ഇവിടെ തകർക്കപ്പെടാൻ പോകുമ്പോൾ, മറുഭാഗത്ത് എന്നേക്കും നിൽക്കുന്ന പുതിയ യെരൂശലേം ദൈവം സ്വർഗത്തിൽ പണിയുകയാണ്. അതിന്റെ കല്ലുകളായി തീരുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ രാത്രി കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതെ, വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ വിശദമായ കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയ സമയം തീർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ ദൂതിന് വിരാമപ്പെടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.